അക്കാലം അത്രയും അല്ലാതിരുന്നൊരു ഭൂമി കയ്യേറ്റ കുറ്റം, പൊടുന്നനെ മഹാപരാധം, മലകയറ്റം, മണ്ണളക്കൽ, വിജിലൻസ് കേസടക്കം പൂട്ടാൻ നോക്കിയിട്ടും, സഭയിൽ മുഖ്യമന്ത്രി ശബ്ദമുയർത്തി വിരട്ടിയിട്ടും, സഭയിൽ മൈക്ക് ഓഫാക്കി വാക്കുവിലക്കിയിട്ടും തരിമ്പിനൊന്നും വിറയ്ക്കാതെ മാത്യു കുഴൽനാടൻ മാസപ്പടി തുടർച്ചയിൽ മുഖ്യമന്ത്രിക്ക് പിന്നാലെ തന്നെയാണ്. ഒരു കാലവും ക്ഷയിക്കാത്ത കരിമണൽ കർത്തായുടെ അനന്തകോടി ഖജാനയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ചെയ്യാത്ത പണിക്ക് കിട്ടിയ കാശ് എന്തിനാണ് എന്ന ചോദ്യത്തിന് വാർത്താസമ്മേളന പരമ്പരകളിലൂടെ രേഖകൾ നിരത്തി മാത്യുവിന്റെ ആരോപണങ്ങൾ ആധികാരികമാണ്. എന്തെങ്കിലും കനത്തിന് തിരിച്ചു കിട്ടാത്തൊരു നഷ്ടക്കമുള്ള ഒരു കഴുത്തറപ്പൻ കച്ചവടക്കാരനും 10 പൈസ ആറ്റിൽ കളയില്ല എന്ന ആഗോള ബിസിനസ് പ്രമാണത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്യു ആരോപിക്കുന്നു, കിട്ടിയ കോടികൾക്ക് പല കോടി ഇരട്ടിയില കരിമണൽ വിളഞ്ഞുപൂത്ത ഏക്കർ കണക്കിന് ഭൂമി കർത്താവിന്റെ അക്ഷയ ഖജനാവിലേക്ക് മുതൽ കൂട്ടാൻ അവിശുദ്ധ ഇടനിലയ ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി. അന്നാർത്തിപൂണ്ട ആവശ്യം റവന്യൂ വകുപ്പും ജില്ലാ സമിതിയും ഒന്നല്ല പലയാവർത്തി മുഖത്തേക്കെറിഞ്ഞപ്പോൾ, മുതലാളിക്ക് വേദനിച്ചപ്പോൾ കർത്താവിന് കരിമണൽ രക്ഷകനായി അവതരിച്ചത് വിജയനാണെന്ന സാമാജികൻ ആകാശത്തേക്ക് ഒരു രാഷ്ട്രീയ വെടിവെക്കലല്ല. വല്ലാത്തൊരു വ്യഗ്രതയിൽ വകുപ്പേതരമായി കർത്താവിന് വേണ്ടി മാത്രം വിളിച്ചൊരു വട്ടമേശയോഗം, അതിൽ ഭൂപരിഷ്കരണ നിയമത്തിന് അണ്ണാക്കിൽ ഒരു ആപ്പടിച്ച് മിനിറ്റ്സ് അടക്കം പുറത്തുവിട്ടാണ് വെല്ലുവിളി ഏറ്റെടുക്കുമോ CPM? ഭാസ്കര പട്ടേലിനെ പോലെ ഒരു മുതലാളി പ്രമാണി വാരിയെറിഞ്ഞ കോടികളിൽ ഏറിയ പങ്കും ഒരു വിധേയനെ പോലെ വാങ്ങിയത് പിണറായി വിജയനാണെന്ന ആരോപണത്തിനെതിരെ ഒരു മാനനഷ്ട കേസെങ്കിലും കൊടുക്കുമോ മുഖ്യമന്ത്രി? അല്ലെങ്കിലും അടിമുടി ഉടായ്പ നിറഞ്ഞൊരു പേപ്പർ കമ്പനിക്ക് വേണ്ടി കോർപ്പറേറ്റ് ന്യായമുറക്കിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീറോടെ വാദിച്ച AK ബാലൻ, EP ജയരാജൻ അഴിമതി ആരോപണത്തിന്റെ മൂർച്ചയുള്ള മൂന മുഖ്യമന്ത്രിയുടെ മൂർധാവിൽ ആഞ്ഞു തട്ടുമ്പോൾ മിണ്ടാട്ടമില്ലെങ്കിൽ കഷ്ടമാണ്. ഇന്നലെയാണ് ഒരു കിഴക്കമ്പല മുതലാളി സ്റ്റേജ് കെട്ടി വിരട്ടുന്നു, എന്നെ പിടിച്ചകത്തിട്ടാൽ ആഴ്ചയൊന്ന് പൂർത്തിയാകും മുൻപ് മുഖ്യമന്ത്രിയുടെ പുത്രയെ പിടിച്ചകത്താക്കാനുള്ള ആറ്റം ബോംബെന്നാണ് ബ്ലാക്ക് മെയിലിംഗ്. അതിനോട് പാർട്ടി സെക്രട്ടറി ഒന്നും പറയണ്ട, ഏതെങ്കിലും ഒരു ലോക്കൽ സെക്രട്ടറി എങ്കിലും എന്നാലൊന്ന് കാണണം, പോയി പടുനാക്ക് സാബു സാറേ എന്നൊരു 2 വാക്ക് പേടിയില്ല ഒന്നും മിണ്ടണം സഖാക്കളെ. ഇനി അന്വേഷണമാണെങ്കിൽ 2019 റെയ്ഡും തുടർന്ന് ഉടായ്പകൾ അത്രയും ഈടിക്കടക്കം സകലമാന ഏജൻസികൾക്കും അറിയാമായിരുന്നിട്ടും ഈ അടുത്ത കാലത്ത് വാർത്താ തലക്കെട്ടാകുമ്പോൾ ഇക്കാലം അത്രയും ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയാതെ ഗുരുതര ഡേറ്റകൾ പൂതലിച്ചു കിടന്നെങ്കിൽ രാഷ്ട്രീയാതീത അധമക്കൂട്ട് നാറുന്ന ഒരു അടിപ്പാതയും അവിടെ ഒരു തുരങ്ക വഴിയും ആവർത്തിക്കുന്നുണ്ട് പ്രതിപക്ഷം. അതെന്താണെങ്കിലും ജനം തെരഞ്ഞെടുത്ത MLA ആധികാരിക രേഖാബലത്തിൽ കേരളത്തോട് പറയുന്ന മുതലാളി ചങ്ങാത്ത അഴിമതി ആരോപണത്തിന് ക്ലീഷേ ഡയലോഗും പഴംപുരാണവും അല്ലാതെ ക്ലാരിറ്റിയുള്ള മറുപടിയില്ലെങ്കിൽ മാത്യു അല്ല, റാൻമൂളാൻ മനസ്സില്ലാത്ത നാട്ടുകാർ പറയില്ലേ, മുഖ്യമന്ത്രി ആ കൈകൾ അശുദ്ധമാണ്, അതിൽ തീരദേശൊറ്റുകാരന്റെ കരിമണൽ കറയാണ്, മടിയിൽ ശതകോടി കനമാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. രാജു പി നായർ, ശ്രീ സുരേഷ്, ശ്രീ BN ഹസ്കർ, ശ്രീ CR നീലൻ എന്നിവർ ചർച്ചയിൽ ചേരുകയാണ്. ആദ്യം ചർച്ചയിലേക്ക് വരും മുൻപ് മാത്യു കുഴൽനാടൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ സംക്ഷിപ്തം ഒന്ന് കാണാം. ഈ CMRLന്റെ പേരിലുള്ള ഭൂമിയിൽ മൈനിങ് ആരംഭിക്കാൻ പരിശ്രമിച്ചു, അത് നടന്നില്ല. അവർക്ക് മണ്ണ് ലഭിക്കുന്നതിന് അനധികൃതമായി തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് മണ്ണെടുത്ത് KMML നൽകി, അതുവഴി എലിമിനേറ്റ് ലഭ്യമാക്കി. അവരുടെ ഭൂമി നഷ്ടപ്പെടുമെന്ന് വന്നപ്പോൾ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇന്നും നിയമസഭയിലൊക്കെ പറയുമ്പോൾ അഭിമാനത്തോടു കൂടി പറയുന്ന കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ട് അതിന് മുമ്പ് ഓൾറെഡി അത് ഡൈല്യൂട്ട് ചെയ്യാനുള്ള ലോ അമെൻമെൻറ്റ് വരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടിയിട്ട് ജില്ലാ സമിതിയുടെ ശുപാർശ അനുകൂലമായി 50 ഏക്കർ സ്ഥലം അവർക്ക് എക്സംഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശ ലഭ്യമാക്കി. മുഖ്യമന്ത്രി, നിങ്ങളാണ് ഈ അഴിമതി നടത്തിയത്, നിങ്ങളാണ് പണം വാങ്ങിയത്, നിങ്ങളാണ് ഇതിൻ്റെ ഗുണഭോക്താവ്. നിങ്ങൾ ആർക്ക് നൽകി, എവിടെ നൽകി, ആർക്ക് കൊടുത്തു എന്നറിയില്ല. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ നിങ്ങൾ ഇതുപോലെ സമൂഹം വലിച്ചു കീറുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പിതാവായി കാഴ്ചക്കാരനെ നിൽക്കണ്ടല്ലോ. യു ഹാവ് ഡൺ എവറിത്തിങ്, എല്ലാം ചെയ്ത് നിങ്ങളാണ്. CMRLന് വേണ്ടി ഔട്ട് ഓഫ് ദ വേ എല്ലാ ആക്ടിവിറ്റിയും. അതർവൈസ് യു ഷുഡ് കം ആൻഡ് സേ എൻ്റെ മകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ വി ക്യാൻ ചേസ് വീണ. പക്ഷേ അല്ലാത്ത പക്ഷം പിണറായി വിജയൻ ഇതിന് മറുപടി പറയാൻ തയ്യാറാകണം. രാജു പി നായർ, ഇവിടെ സംവാദത്തിന് വിളിക്കും മുൻപ് മന്ത്രി P രാജീവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്പസം മുൻപ് മാത്രം വന്നതാണ്. സംവാദത്തിന് വിളിക്കും മുൻപ് നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും മിസ്റ്റർ മാത്യു കുഴൽനാടൻ എന്നാണ് തലക്കെട്ട്. അതിലാദ്യ മറുപടി, വിവാദമായ കമ്പനിക്ക് കേരളത്തിലെ സർക്കാർ നൽകിയ ഏറ്റവും വലിയ സഹായം മൈനിങ് ലീസാണ്. 2002 ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങിയ നടപടിക്രമങ്ങൾ അവസാന ഘട്ടമായി 15/9/2004 മൈനിങ് ലീസ് നൽകിയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണെന്ന് പറയുന്നു മന്ത്രി P രാജീവ്. മുഖ്യമന്ത്രി യോഗം വിളിച്ചതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന മന്ത്രി P രാജീവ്, തോട്ടപ്പള്ളിയിൽ സ്പിൽവേയിൽ നിന്ന് കരിമണലെടുത്ത് CMRL നൽകുന്നു എന്ന ആരോപണത്തിൽ നവകേരള സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രി മറുപടി നൽകിയോടെ ചീറ്റിപ്പോയ പടക്കമാണ് അതെന്ന് പറയുന്നു മന്ത്രി P രാജീവ്. അങ്ങനെ ഇന്ന് ഈ ഭൂമി വധിച്ചു കൊടുക്കാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തെക്കുറിച്ച് കാര്യമായൊന്നും പറയുന്നില്ലെങ്കിലും
കുറേയധികം കാര്യങ്ങൾ വ്യക്തത വരുത്താൻ ശ്രമിക്കുന്നുണ്ട് മന്ത്രി പി രാജീവ്. വ്യക്തതയാവുന്നുണ്ടോ ശ്രീ രാജു പി നായർ? ഒന്നുമില്ലല്ലോ. എന്ത് വ്യക്തതയാണത്തുള്ളത്? ഈ ആദ്യം ഈ മൈനിങ് ലീസ് കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം കൊടുത്തത് UDF-ന്റെ കാലത്താണെന്നുള്ളത് ഏറ്റവും ആദ്യം തന്നെ കോൺഗ്രസ് ഉൾപ്പെടെ പറയുന്നതല്ലേ. അത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ അത് മാറ്റണമെന്നുള്ള ആവശ്യം ഉയർന്നപ്പോൾ 10 ദിവസം ലീസ് ക്യാൻസൽ ചെയ്തു എന്നുള്ളത് അറിയാലോ. അവിടെ എവിടെയാണ് പുതിയത്? പിന്നെ ഏത് വിഷയത്തിലാണ് മറുപടി പറയുന്നത്? ഒരു മറുപടി ഇപ്പം പി രാജീവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒന്നും ന്യായീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തട്ടാമുട്ടി പറയുന്നതിനപ്പുറം എന്തെങ്കിലും ഉണ്ട്? ഇവിടെ വളരെ വ്യക്തമായിട്ട് ഓരോ രീതിയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഇടപെട്ടത് എങ്ങനെയാണെന്ന് ആധികാരികമായി രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഏതെങ്കിലും ഒന്നിൽ മറുപടി പറയാൻ CPM-ന് കഴിയുന്നുണ്ടോ? ഹാഷ്മി, CPM-ന് ഇത്ര വലിയൊരു ലിവറേജ് കൊടുക്കരുത്. ഇത്രമാത്രം പിന്നോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇത്രമാത്രം പ്രതിരോധം നിൽക്കുന്ന പാർട്ടിയെ നിങ്ങൾ ഈ ചർച്ചയിൽ വിളിക്കാതെ ഈ ഓണപ്പ് ചെയ്യേണ്ട കമൻസിൽ ഓണപ്പ് ചെയ്യാൻ ബാധ്യതയില്ലാത്ത ഇടതുപക്ഷ നിരീക്ഷകരെ വിളിച്ച് ഈ പ്രതിരോധം തീർക്കാൻ അവസരം കൊടുക്കുന്നത് എന്തിനാ? CPM-നല്ലേ നിങ്ങൾ വിളിക്കേണ്ടത്? CPM ഈ ചർച്ചയിൽ വരണ്ടേ? CPM-നെ അപ്പൊ അത് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ അത് ഹാഷ്മി അത് വ്യക്തമാക്കാൻ വേണ്ടി കൂടിയാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ CPM ചർച്ചയ്ക്ക് ആളെ വിടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ ചർച്ചയിൽ ഇവർക്ക് യാതൊന്നും പ്രതിരോധിക്കാനില്ല എന്നുള്ളത് മനസ്സിലായില്ലേ? ഇപ്പൊ മുഹമ്മദ് റിയാസ് പണ്ട് എൻ്റെ അമ്മായിയപ്പനെ പ്രതിരോധിക്കാൻ ആരുമില്ല എന്ന് പരാതി പറഞ്ഞതിൻ്റെ കഥ നമുക്കറിയാലോ. ഏകദേശം അതേ സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയല്ലേ. ഞാൻ അമ്മായിയപ്പൻ ഉദ്ദേശിച്ചത് റിയാസിൻ്റെ കൊണ്ട് ഞാൻ മുഖ്യമന്ത്രിയെ കുറച്ച് കാണിക്കാൻ വേണ്ടി പറഞ്ഞതോ, അല്ലെങ്കിൽ റിയാസ് എന്ന മന്ത്രിയെ കുറച്ച് കാണിക്കാനോ പറഞ്ഞതല്ല. പക്ഷേ അദ്ദേഹത്തെ പ്രതിരോധിക്കാനില്ല എന്ന് പറയുന്ന പാർട്ടിക്ക് പരാതി പറയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു പരാതി പറയുന്ന സാഹചര്യത്തിലേക്ക് CPM എത്തിയത് കൊണ്ടാണ് ആ വാക്കുപയോഗിക്കേണ്ടി വന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് CPM-നെ തള്ളിവിട്ടിരിക്കുകയല്ലേ. പി രാജീവ് ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാര്യങ്ങൾ നേരിട്ട് ഇടപെട്ടതിനെ സംബന്ധിച്ച് ആധികാരികമായി സുപ്രീം കോടതിയുടെ വിധിയിൽ ഇതിനെ നോട്ടിഫൈ ചെയ്ത് ഇത് ടെർമിനേറ്റ് ചെയ്യാനുണ്ടായിരുന്ന ഒരു അവസരത്തെക്കുറിച്ച് 2019 കേന്ദ്ര നിയമത്തിൻ്റെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇത് റദ്ദ് ചെയ്യാനുണ്ടായിരുന്ന സാഹചര്യത്തെ സംബന്ധിച്ച്, ആ സാഹചര്യം എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ. ഇപ്പോൾ ഇതിനെല്ലാം കിക്ക് ബാക്ക് ആയിട്ടാണ് CMRL-ന്റെ വിധി. അതിലുള്ള 135 കോടിയിൽ സിംഹഭാഗവും അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ആരോപണം. ആ PV ഞാൻ PV അല്ല എന്ന് പറഞ്ഞത് ഇപ്പം കാണുന്നില്ലല്ലോ. പണ്ട് സ്വപ്ന സുരേഷിനെ അറിയില്ല എന്ന് പറഞ്ഞ ആളെ അവസാനം സ്വപ്ന സുരേഷിനെ ക്ലിഫ് ഹൗസിനകത്ത് തന്നെ കണ്ടെടുക്കേണ്ടി വന്നു മാധ്യമങ്ങൾക്ക് എന്ന് പറഞ്ഞ പോലെ PV ഞാനല്ല എന്ന് പറഞ്ഞെടുത്തു നിന്ന് ഇപ്പോൾ ഏകദേശം 6 മാസം ഈ ചർച്ചയിലെത്തുമ്പോൾ PV ഞാനല്ല എന്ന വാദമില്ലല്ലോ. അപ്പം വളരെ കൃത്യമായിട്ട് ഇത് പിടിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി പരാജിതനാണെന്നും അഴിമതിക്കാരനാണെന്നും കേരളത്തിന്റെ മുമ്പിൽ സ്ഥാപിക്കപ്പെട്ടു. ഇന്ന് എത്ര രേഖ എങ്ങനെയൊക്കെ പുറത്തേക്ക് വന്നാലും സാർ അന്വേഷണ വഴിയിൽ തെളിയിക്കപ്പെടണം. രാജു പി നായർ, ഇത് അന്വേഷണ വഴിയിൽ തെളിയിക്കപ്പെടേണ്ടതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. 2019 ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്, 2020 ED SFIO ഇക്കാര്യം നമ്മുടെ ധനകാര്യ മന്ത്രാലയത്തോട് ഇക്കാര്യം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ആ മന്ത്രാലയം എക്സാലോജിക്കലടക്കം കത്തയക്കുന്നു. 2020 മുതൽ തന്നെ EDക്ക് അറിയാം. പിന്നീട് നാളിത്രയും ആരും ഒന്നും കേട്ടില്ല. അതിനുശേഷം പത്രവാർത്ത വന്നപ്പോഴാണ് ഇതൊക്കെ പൊങ്ങി വരുന്നത്. അപ്പോൾ ഇക്കാലം അത്രയും ഈ വിവരങ്ങൾ ഒരു കുഞ്ഞു പോലും അറിയാതെ, ആരും അറിയാതെ ഉറങ്ങിക്കിടന്നെങ്കിൽ ഇനിയും അങ്ങനെ ഉറങ്ങാം വേണമെങ്കിൽ. രാജു പി നായർ, ഹാഷ്മി, അവിടെയാണ് BJP മറുപടി പറയേണ്ടി വന്നത്. കട്ടവൻ എന്തായാലും എനിക്കെതിരെ അന്വേഷണമുണ്ട് എന്ന് വന്ന് പുറത്തു പറയില്ലല്ലോ. അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം. എനിക്കെതിരെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ, എനിക്കെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയില്ല. പക്ഷെ 2019 മുതൽ ഈ കേസിൻ്റെ ത്രെഡ് തുടങ്ങിയിട്ട് അതിൽ EDയുടെ അന്വേഷണം വരെ വന്നിട്ട് എന്തുകൊണ്ട് BJP ഈ കാര്യം ഒളിച്ചു വെച്ചു? അവിടെയാണ് പിണറായി വിജയനും BJPയും തമ്മിൽ ഞങ്ങൾ എപ്പോഴും ആരോപിക്കുന്ന സെറ്റിൽമെൻറ്റ് ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ പരസ്യമായിട്ട് വന്നിരിക്കുന്നത്. 2019 ആദായ നികുതിയുടെ റെയ്ഡ് നടക്കുന്നു. അവിടെ ROCയുടെ അന്വേഷണം തുടങ്ങുന്നു. 2021 മുമ്പായിട്ട് ED ഈ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നു. പ്രതിപക്ഷ നേതാവ് കുറച്ച് നാൾക്ക് മുമ്പ് ഒക്ടോബർ 2023 ചോദിച്ചല്ലോ മുഖ്യമന്ത്രിയോട് നേരിട്ടുള്ള ചോദ്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ED അന്വേഷണം അങ്ങേക്ക് മുന്നിൽ വന്നിട്ടുണ്ടോ, അങ്ങ് മറുപടി പറയാമെന്ന് പറഞ്ഞു. ഒരക്ഷരം മിണ്ടിയില്ല. ഇപ്പോൾ ഈ SFIയുടെ അന്വേഷണത്തിൽ ഇത് ROC SFIO ഫയൽ ചെയ്ത അഫിഡവിറ്റിലാണ് ED അന്വേഷണം വരുന്നത്. അപ്പൊ കേരളത്തിലെ BJP
മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു ED അന്വേഷണം ഉണ്ടായിട്ട് അറിഞ്ഞില്ല എന്ന് പറയാൻ സാധിക്കുമോ? ഇവിടെ ബാക്കിയുള്ളവരെല്ലാം ആദ്യം ED BJP ആണ് പറയുന്നത്. അപ്പോൾ പക്ഷേ ED ഇപ്പോഴും വന്നിട്ടില്ല. ഇനി SFI അന്വേഷിക്കും, അതിനുശേഷം ED വരണമെങ്കിൽ വരും, അത്രേ ഉള്ളൂ. ED ഇതുവരെ വന്നിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ എത്താം. ശ്രീ BN അസ്കർ ഇവിടെ മാത്യു കുഴൽനാടൻ നമ്മുടെ നിയമസഭയിലെ സാമാജികനാണ്. അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് ക്രോണോളജിക്കൽ ഓർഡറിൽ പറയുകയാണ്. എങ്ങനെയാണ്? ആലപ്പുഴ ജില്ലയിൽ KRMEL കമ്പനി 60 ഏക്കർ 20 വർഷമായി കൈവശം വെച്ചിരിക്കുന്നു. ഭൂപരിഷ്കരണ നിയമപ്രകാരം കൈവശം വെക്കാവുന്ന ഭൂമി 15 ഏക്കറാണ്. ഭൂമിക്ക് ഇളവ് നൽകണമെങ്കിൽ ജില്ലാതല സമിതി പരിശോധിക്കണം. ജില്ലാതല സമിതിയോട് പലയാവർത്തി സമീപിച്ചു, അത് നിരാകരിച്ചു. വീണ്ടും അത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും സമീപിച്ചു, അപ്പോഴും അപേക്ഷ തള്ളി. കമ്പനി പിന്നീട് മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകുന്നു. ആദ്യം മിനറൽ കോംപ്ലക്സ് തുടങ്ങാനാണ് CMRL പദ്ധതി സമർപ്പിച്ചതെങ്കിൽ പിന്നീട് ടൂറിസം സോളാർ പദ്ധതികൾക്ക് മുഖ്യമന്ത്രിക്ക് അപേക്ഷ. മുഖ്യമന്ത്രി പ്രത്യേക യോഗം. മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷം, മുഖ്യമന്ത്രി ഇടപെടലിന് ശേഷം വീണ്ടും ജില്ലാ സമിതിയിലേക്ക് പോകുമ്പോൾ അവർക്കുള്ള അനുമതി അവിടെ റെഡിയാണ്. ക്രോണോളജിക്കൽ ഓർഡറിൽ രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് മാത്യു കുഴൽനാടൻ പറയുന്നതിനെ മന്ത്രി P രാജീവ് എന്തെങ്കിലുമൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയ മറുപടിയാവുമോ ശ്രീ ഹസ്കർ? അസംബന്ധങ്ങളുടെ ഒരു പരിച്ഛേദമായിട്ടാണ് ഇപ്പോൾ ശ്രീ മാത്യു കുഴൽനാടൻ ഇങ്ങനെ വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നത്. ഏതൊരു അപേക്ഷയും ഏതൊരു വ്യക്തിയോ സ്ഥാപനമോ കമ്പനിയോ സർക്കാരിന് നൽകിയാൽ അതിന്മേൽ നടപടിയെടുക്കാനുള്ള നിയമപരമായിട്ടുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന അപേക്ഷ മുഖ്യമന്ത്രിക്ക് ലഭിച്ചാൽ അതിന്മേൽ താഴോട്ട് വിവിധ വകുപ്പുകൾക്ക് മേൽ അതിൻ്റെ തീരുമാനമെടുക്കുന്നതിനു വേണ്ടി അയച്ചു കൊടുക്കുന്ന സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് ഇത്തരമൊരു KMRELന്റെ അപേക്ഷയിന്മേൽ ഉണ്ടായിട്ടുള്ളത് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലായില്ലേ? അങ്ങനെയല്ലേ ആ അപേക്ഷകൾ വന്നിട്ടുള്ളത്? അതുപോലെ ജില്ലാ സമിതി, അപ്പോൾ ലാൻഡ് റിഫോംസ് ആക്ടിന്റെ പരിധിയിൽ ജില്ലാ സമിതിയാണ് പറയേണ്ടത്. നിയമപരമായി ജില്ലാ സമിതി പറയണം. ലാൻഡ് റിഫോംസ് ആക്ടിൽ എന്തെങ്കിലും ഇളവ് നൽകേണ്ട അവസ്ഥ ഇവിടെ ഉണ്ടോ, പൊതുതാൽപര്യം മുൻനിർത്തി അത്തരത്തിൽ ഇളവ് നൽകാൻ കഴിയുമോ എന്ന് ആത്യന്തികമായി തീരുമാനിക്കേണ്ടത് ജില്ലാ സമിതിയാണ്. ജില്ലാ സമിതിയിലേക്ക് രണ്ടാവർത്തി പോയി, രണ്ടാവർത്തിയും അത്തരത്തിൽ ഒരു പൊതുതാൽപര്യം ഇല്ല എന്ന് പറഞ്ഞ് തള്ളി. വീണ്ടും പുനഃപരിശോധനയ്ക്ക് 2 തവണ പോയി, ആ 2 തവണ ജില്ലാ സമിതി തള്ളി. നേരെ മുഖ്യമന്ത്രിയിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യത്തിൽ യോഗം വിളിക്കുന്നു. ആർക്ക് വേണ്ടി? ഈ മുതലാളിക്ക് വേണ്ടി അല്ലേ? അപ്പോൾ എല്ലാം സ്വാഭാവികമാണോ ശ്രീ ഹസ്കർ? അങ്ങനെയല്ല. മുഖ്യമന്ത്രിയുടെ അടുത്ത് ലഭിക്കുന്ന ഒരു അപേക്ഷയിന്മേൽ മുഖ്യമന്ത്രി എന്ത് നടപടിയാണ് എടുക്കേണ്ടത്? ആ അപേക്ഷ മുഖ്യമന്ത്രിക്ക് നേരിട്ട് റിജക്റ്റ് ചെയ്യാനാവുമോ? ആ അപേക്ഷയിന്മേൽ താഴോട്ട് വിവിധ വകുപ്പുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ സമിതികളെ സംബന്ധിച്ചു പഠിച്ചു വിവരം നൽകണം എന്നുള്ളതിന്റെ ഉത്തരവുകളാണ് മുഖ്യമന്ത്രിക്ക് നൽകാനാവുക. അത്തരത്തിലൊരു സമിതി ഒരു യോഗം വിളിച്ച് മുഖ്യമന്ത്രി അങ്ങനെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരു സ്വാഭാവിക നിയമപ്രക്രിയ മാത്രമായി കാണാത്തത് എന്താ? അതുപോലെ ജില്ലാ സമിതി ആദ്യം നൽകിയിട്ടുള്ള KMREL ആദ്യം നൽകിയിട്ടുള്ള അപേക്ഷ റിജക്ട് ചെയ്യുന്നതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അതിനുശേഷം വീണ്ടും നൽകിയ അപേക്ഷയിന്മേൽ ജില്ലാ സമിതി നൽകിയിട്ടുള്ള അനുമതി ഉത്തരവ് എന്ന് പറയുന്നത് ടൂറിസം പദ്ധതിക്കും സോളാർ പ്രോജക്റ്റിനും വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള ഉത്തരവിലാണ്. അപ്പോൾ സ്വാഭാവികമായി ആ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് അവിടുത്തെ പൊതുതാൽപര്യം എന്ന് പറയുന്നത് ആ പദ്ധതി വരുന്നതോടുകൂടി ആ പ്രദേശത്തെ 300ഓളം ആളുകൾക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുമെന്നും മാത്യു കുഴൽനാടൻ തന്നെയല്ലേ പറയുന്നത്. അപ്പൊ 300ഓളം ആളുകൾക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും. ഭാഗികമായി പരോക്ഷമായി ലഭിക്കുന്ന തൊഴിൽ എത്രയായിരിക്കും? അപ്പൊ ആ തൊഴിൽ സാധ്യതകൾ കൂടി ആണ് പൊതുതാൽപര്യമായി കാണേണ്ടത്. അതുകൊണ്ടാണ് ജില്ലാ സമിതി അതിനനുകൂലമായ ഒരു ഉത്തരവിറക്കിയിട്ടുള്ളത്. അല്ലാതെ അതിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥന്മാരാകമാനം സ്വാധീനത്തിന് വഴങ്ങി ചെയ്തു വച്ചിരിക്കുന്നു എന്ന് വേണമോ നമുക്ക് അനുമാനിക്കാൻ? മുഖ്യമന്ത്രിയിലേക്ക് പോകേണ്ട കാര്യം എന്താണ്? അത്രത്തോളം ലളിതമാണെങ്കിൽ, അത്രത്തോളം സ്വാഭാവികമാണെങ്കിൽ ജില്ലാ സമിതിക്ക് തന്നെ തീരുമാനമെടുക്കാവുന്ന ഒന്ന് മുഖ്യമന്ത്രിയിലേക്ക് പോവുകയും മുഖ്യമന്ത്രി യോഗം വിളിക്കുകയും ഭൂപരിഷ്കരണ നിയമത്തിലാണ്, ഏതാണ് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് വേണം എന്ന മന്ത്രിസഭാ കുറിപ്പ് ഉണ്ടാവുകയും അതിനുശേഷം വീണ്ടും ജില്ലാ സമിതിയിലേക്ക് എത്തുകയും അനുവാദം കിട്ടുകയും ചെയ്യുന്നതിലെ സ്വാഭാവികത എങ്ങനെയാണ്? താങ്കൾ പറയുന്ന പോലെ അത്ര പഞ്ചസാര പാലുമുട്ടായി പോലെയാണ് വസ്തുതയെങ്കിൽ ആദ്യം തന്നെ ജില്ലാ സമിതിയിലേക്ക് കൊടുത്താൽ കൊടുക്കില്ല ജില്ലാ സമിതി അനുവാദം ശ്രീ ഹസ്കർ? അങ്ങനെയല്ല. ഭൂപരിഷ്കരണ നിയമം 81(3) പ്രകാരം ഇളവ് ലഭിക്കണമെങ്കിൽ ജില്ലാ സമിതിക്ക് കൊടുത്തിട്ടുള്ള 2 അപേക്ഷകൾ KMRELനെ നേരത്തെ തള്ളിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അധികാരി എന്ന നിലയിൽ മുഖ്യമന്ത്രിക്കോ അപ്പലേറ്റ് അതോറിറ്റിക്കോ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കോ നൽകുന്നതിന് നിയമപരമായ ബാധ്യതയും അധികാരവും ഏതൊരു സ്ഥാപനത്തിനും വ്യക്തികൾക്കും ഇല്ലേ? അപ്പോൾ അങ്ങനെ നൽകിയിട്ടുള്ള അപേക്ഷയിന്മേലാണ് ഇത്തരം ഒരു പദ്ധതി അവിടെ വരുമ്പോൾ അത് പദ്ധതി നടപ്പിലാക്കുന്ന വ്യക്തികളുടെ സ്വാധീനം നോക്കിയിട്ടില്ല. പദ്ധതിയുടെ സാധ്യതകളാണ് എപ്പോഴും
സർക്കാരുകൾ നോക്കേണ്ടത്. അതായിരിക്കണം ഒരു ജനകീയ സർക്കാരിന്റെ നിലപാട്. അത്തരമൊരു നിലപാടാണ് ഇക്കാര്യത്തിൽ സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ യുക്തിയും ബുദ്ധിയും മാത്യുവിനില്ല എന്നാണ് പറയുന്നത്. പോയി എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ. ഓക്കെ, ശ്രീ എസ് സുരേഷ്, അങ്ങനെ മാത്യു കുഴൽനാടന് സാമാന്യ ബുദ്ധി പോയതാണോ? അപ്പോൾ ഇന്ന് പി രാജി പറയുകയാണ് 3 ഭാഗങ്ങളിൽ വിളിച്ച 3ാമത്തെ ചീറ്റിയ പടക്കമായിരുന്നു ഇന്നത്തെ മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനമെന്ന്. അതിന് മുകളിൽ പി രാജീവ് എഴുതുന്ന കാര്യങ്ങൾ നേരത്തെ ഇപ്പോൾ ഈ AK ആന്റണിയുടെ കാലത്താണ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ലീസിന് കൊടുത്തതെന്നും ആ ലീസ് കുറച്ചാൾക്കകം ഫ്രീസായെന്നും അതിനുശേഷം വന്ന VS അച്യുതാനന്ദനും അതിനുശേഷം വന്ന ഉമ്മൻചാണ്ടി സർക്കാരും ആ ഫ്രീസ് അവസ്ഥ അങ്ങനെ തുടർന്നുവെന്നും അതിനുശേഷമാണ് ഈ ലീസിന് ലൈഫ് കൊടുക്കാൻ കാര്യങ്ങൾ മുന്നോട്ട് പോയതൊക്കെ എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയാവുന്നെങ്കിലും പി രാജീവ് 1ാമത്തെ പോയിന്റായി പറയുന്നത് കണ്ടില്ലേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ലീസ് കൊടുത്തത് എന്ന് പറയും മട്ടിൽ ചീറ്റിയ പടക്കമായിരുന്നോ ഇന്നത്തെ മാത്യുവിൻ്റെ വാർത്താ സമ്മേളനം? ശ്രീ സുരേഷ്. അല്ല, ഇതിൽ നമ്മളൊന്ന് കാണേണ്ടത് ഇവിടെ ഉമ്മൻചാണ്ടിയാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും VD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും എല്ലാവരും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. ഇവിടെ CMRൽ നിന്ന് പണം വാങ്ങിയിരിക്കുന്നത് PV എന്ന് പറയുന്ന പിണറായി വിജയനും അതോടൊപ്പം തന്നെ OC എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയും RC എന്ന് പറയുന്ന രമേശ് ചെന്നിത്തലയും KK എന്ന് പറയുന്ന കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുട്ടിയും എല്ലാ കുട്ടികളും എല്ലാ ആൾക്കാരും ഒരുമിച്ചിരുന്നാണ് ആ KMRCLൻ്റെ ഷെയർ കൈപ്പറ്റിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത. ഇവിടെ ഒരു വ്യത്യാസം ഈ കേസിൽ പിണറായി വിജയൻ എന്തുകൊണ്ട് കൂടുതൽ കുടുങ്ങി എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് KMRLന് വേണ്ടി ഇത്തരത്തിലുള്ള കളികൾ കളിച്ച് ആ കളികൾ കളിച്ചതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒരു വിഹിതമായി മാസപ്പടി മകളുടെ പേരിലുള്ള കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നു എന്നുള്ള വ്യത്യാസം മാത്രമാണ്. പക്ഷേ അത് നേരിട്ടുള്ള അഴിമതിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ അഴിമതിയെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നികുതി വകുപ്പ് അന്വേഷണം നടത്തി. അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾ 2019 മുതൽ വിവിധ കേന്ദ്ര ഏജൻസികൾ ഇതിൻ്റെ പുറത്ത് അന്വേഷണം നടക്കുന്നു. 2017 ഈ എക്സാലോജി കമ്പനിയും അതോടൊപ്പം തന്നെ CMRലും തമ്മിലുള്ള എഗ്രിമെൻ്റ് വരുന്നത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഓരോ വിഷയം 2 വർഷം കഴിയുമ്പോൾ തന്നെ അന്വേഷണങ്ങൾ ആരംഭിക്കുന്നു. അന്വേഷണം ഓരോ ഘട്ടവും മുന്നോട്ട് പോകുന്നു. അതിനുശേഷം അതിൻ്റെ ആദായ നികുതി തർക്ക പരിഹാര ഫോറത്തിൻ്റെ കണ്ടെത്തലുകൾ വരുന്നു. ആ കണ്ടെത്തലുകളുടെ തുടർന്ന് ROCയുടെ അന്വേഷണത്തിലേക്ക് വരുന്നു. ROCയുടെ അന്വേഷണം കൂടുതൽ വ്യാപൃതവും വിസ്തൃതവുമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ് എന്ന സാഹചര്യം കേന്ദ്ര സർക്കാരിന് ബോധ്യം വരുമ്പോൾ SFIOയുടെ അന്വേഷണത്തിലേക്ക് വരുന്നു. SFIOയുടെ അന്വേഷണം വരുന്ന സമയത്താണ് ഇവിടുത്തെ പ്രതിയായിരിക്കുന്ന വീണ വിജയനും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഒക്കെ ഞെട്ടി അമ്പരന്ന് ഒന്നും പ്രതികരിക്കാൻ ശേഷിയില്ലാതെ കോടതിയുടെ മുമ്പിലേക്ക് പരസ്യമായിട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആദ്യം വിടുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് എടുത്ത് KSIDCയാണ് വിടുന്നത്. അത് ഇന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു, നിങ്ങൾക്കെന്താ ഇതിൽ താല്പര്യം? SFIOയുടെ അന്വേഷണത്തെ എതിർക്കാൻ ഒരു സംസ്ഥാന സർക്കാരിനെതിരെ ഇത്ര താല്പര്യം എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിലെല്ലാം ഉണ്ടല്ലോ ശ്രീ ഹാഷ്മി. ഇവിടെ പ്രശ്നം ആ KSIDCയുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ പോയത് KSIDCയെ സംരക്ഷിക്കാനോ ഞാനും താങ്കൾ ഉൾപ്പെടുന്ന കേരളത്തെ സംരക്ഷിക്കാനോ അല്ല. അത് വീണ വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ പോയി പരാജയപ്പെട്ടു. അതിനുശേഷം സമൻസ് കൈപ്പറ്റി ഇനി ജയിലിലേക്ക് പോകാൻ വേണ്ടി വരും എന്ന് ഉറപ്പായ സമയത്ത് ബാംഗ്ലൂർ ഹൈക്കോടതിയിലേക്ക് പോകുന്നു മകൾ നേരിട്ട്. അവിടെയും പരാജയം ഏറ്റുവാങ്ങുന്നു. അങ്ങനെ ആ രീതിയിൽ കാര്യങ്ങൾ ഓരോ 2019 മുതൽ 2023 വരെയുള്ള 5 വർഷത്തിനുള്ളിൽ വിവിധങ്ങളായിട്ടുള്ള ഏജൻസികളുടെ വിവിധങ്ങളായിട്ടുള്ള ഹിയറിങ്ങുകൾ അതൊക്കെ നടന്ന് ഇന്ന് അത് വേറൊരു തലത്തിലേക്ക് SFIOയുടെ അന്വേഷണത്തിൻ്റെ ഏറ്റവും ഉന്നതമാർന്ന തലത്തിൽ അത് അറസ്റ്റ് വരെയുള്ള ഘടകങ്ങളിൽ എത്താവുന്ന അവസ്ഥയിലേക്ക് ഈ അന്വേഷണം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ രണ്ടായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ കോൺഗ്രസ്സുകാർ പറയുന്നു ഞങ്ങൾ വാങ്ങിയത് രസീത് കൊടുത്താണ് എന്ന് പറഞ്ഞാൽ KPCC ഒരു രസീതും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വാങ്ങിയ പണത്തിൻ്റെ ഒരു രസീതും ഇതുവരെ KPCC പുറത്തു വിട്ടിട്ടില്ല. കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുട്ടിയും വാങ്ങിയ ഒരു രസീതും ഇതുവരെ മുസ്ലിം ലീഗും പുറത്തു വിട്ടിട്ടില്ല.
PV വാങ്ങിയപ്പോൾ ഇന്ന് 80 കോടി രൂപ 100 കോടി രൂപയോളം പിണറായി വിജയൻ വാങ്ങി എന്നാണ് കോൺഗ്രസിൻ്റെ നേതാവ് പറയുന്നത്. പിണറായി വിജയൻ വാങ്ങിയ പൈസയുടെ കണക്ക് മാർക്സിസ്റ്റ് പാർട്ടിയും പുറത്തു വിട്ടിട്ടില്ല, ഇതുവരെ സമ്മതിച്ചിട്ട് പോലുമില്ല. ഇപ്പോൾ ചർച്ചയ്ക്ക് വരാൻ പോലും ഭയന്ന് വിറച്ചിരിക്കുകയാണ് CPM എന്ന് പറയുന്ന മഹത്തായ പാർട്ടി. ഈ ചർച്ചയ്ക്ക് വരാൻ പോലും ഭയന്ന് വിറച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇതെല്ലാം അഴിമതിയാണ്. ഉമ്മൻചാണ്ടി ഇതിന് ലൈസൻസ് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന കാലഘട്ടം മുതൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ മകൾ മാസപ്പടി മാസം തോറും വാങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം വരെയുള്ള എല്ലാത്തിലും അഴിമതി ഉണ്ട് എന്നുള്ളതും ഇതിനു വേണ്ടിയുള്ള നെഗോസിയേഷൻസും ഇതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും കാരണം ചില സമയത്ത് ചിലതൊക്കെ നടന്നിട്ടില്ല എന്നതൊഴിച്ചാൽ ശരി, സുരേഷ് താങ്കൾ ക്രോണോളജിക്കൽ ഓർഡറിൽ 2019 മുതലേ ഉള്ള കാര്യങ്ങൾ ഇവിടം വരെ വളരെ സ്വാഭാവികമായി എന്ന നിലയ്ക്ക് പറഞ്ഞു പോയി. പക്ഷെ അതിനിടയിൽ ഉണ്ടായ ഒരു സംഭവം 2019 അന്വേഷണം തുടങ്ങി എന്നുള്ളത് ശരിയാണ്, ED കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളത് ശരിയാണ്. പക്ഷെ 2019, 20, 21, 22, 23 ഏറ്റവും ഒടുവിലാണ് ഒരു പത്രവാർത്ത വരുന്നത്. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അന്വേഷണങ്ങൾ ഊർജിതമാകുന്നത്. പിന്നാണ് ഷോൺ SFI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിലേക്ക് പോകുന്നത്. കോടതിയിൽ പോലും SFI അന്വേഷണത്തോട് കേന്ദ്ര സർക്കാരിന് വിമുഖതയായിരുന്നു. അത് കോടതി എടുത്തു ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഇക്കാര്യത്തിൽ ഒരു അമാന്തം എന്ന് എടുത്തു ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് SFI വരുന്നത്. അതുകൊണ്ട് അത്ര നിഷ്കളങ്കമായി അങ്ങനെ സംഭവിച്ചു വരുന്നതല്ല. ഇതിനിടയിൽ കുറച്ച് തമോ വർഷങ്ങളുണ്ട്. ആരും ഒന്നും അറിയാതെ, വിവരങ്ങൾ എവിടെയാണെന്ന് അറിയാതിരുന്ന കുറച്ച് തമോ വർഷങ്ങളുണ്ട്. പത്രവാർത്ത വന്നു, കാര്യം ശരിയാണ്, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ തോട്ടപ്പള്ളിയിൽ സ്പിൽവേയിൽ നിന്നും കരിമണലെടുത്ത് CMRL നൽകുന്നുവെന്ന ആരോപണത്തിൽ നവകേരള സദസ്സിൽ വെച്ച് മറുപടി നൽകിയതോടെ അത് ചീറ്റിപ്പോയ പടക്കമായിരുന്നു. തോട്ടപ്പള്ളിയിൽ നടക്കുന്ന മണലിൽ 50% IREയും 50% KMML കൈകാര്യം ചെയ്യുന്നു. ഇതിൽ നിന്ന് ശരാശരി 15% ഇൽമിനേറ്റാണ് കിട്ടുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് ലഭിക്കുന്ന മണലിൽ നിന്നും IRA വേർതിരിച്ചെടുക്കുന്ന ഇൽമിനേറ്റ് പൂർണ്ണമായും KMML മാത്രമേ കൊടുക്കാവൂ എന്ന് വ്യവസ്ഥ ചെയ്യുന്ന MOU പൊതുയോഗത്തിൽ പരാമർശിച്ചിരുന്നു. അതിൻ്റെ കോപ്പിയൊക്കെ വെച്ച് പി രാജീവ് പറയുന്നുണ്ട്. ശരിയാണ്, MOU ഉണ്ട് സാർ, ഇതൊക്കെ പേപ്പറിലുണ്ട്, ഇതൊക്കെ പേപ്പറിലേ ഉള്ളൂ. 2.3 ലക്ഷം ക്യൂബിക് മീറ്റർ എടുക്കാനുള്ള അനുവാദത്തിൽ 54 ലക്ഷം ടൺ വലിയ ഡ്രഡ്ജർ ഇറക്കി മാന്തിപ്പറിച്ച് കൊണ്ടുപോകുന്നു. അത് പോകുന്നത് KMMLലേക്കാണ്. KMMLന്റെ ലാഭവിഹിതം എന്താണ്, നഷ്ടത്തിന്റെ പടുകുഴിയിൽ നിന്നും കൊടിയ ലാഭത്തിന്റെ റോക്കറ്റ് പോലെ ഉയർന്നു എന്നൊക്കെ നാട്ടുകാർ പറയുകയാണ്. പി രാജീവിന്റെ MOUയും പി രാജീവിന്റെ പേപ്പറൊക്കെ എവിടെ കിടക്കുമ്പോഴും ശ്രീ CR നീലാണ്ട്. അല്ല, അതില് വളരെ വളരെ വിചിത്രമാണ്. ഇപ്പൊ ഞാൻ നേരത്തെ സുരേഷ് പറഞ്ഞത് എനിക്ക് വളരെ തമാശ തോന്നി. 2019 20 ആണ് PT തോമസ് എക്സാലോജിക്കിന് കമ്മീഷൻ കിട്ടുന്നു, മുഖ്യമന്ത്രിയുടെ മകൾക്ക് കമ്മീഷൻ കിട്ടുന്നുവെന്ന് വീഡിയോ ഇറക്കിയത്. ഞാനും ഹാഷ്മിയൊക്കെ കണ്ടതാണ്. അന്നും ഇത് ചർച്ചയിലുണ്ട്. പക്ഷെ അന്ന് മാധ്യമങ്ങളും പൊതുസമൂഹവും പ്രതിപക്ഷവും അത് ഏറ്റെടുത്തില്ല എന്നുള്ളതാണ്. അല്ലാതെ സുരേഷ് പറയുന്നത് പോലെ ഇവിടത്തെ ഗവൺമെന്റിന്റെ കള്ളത്തരം തുറന്നു കാട്ടാൻ കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, എനിക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ കർത്തായെ അറിയാം. കർത്തായുടെ ഇടപാടുകൾക്കെതിരെ അതിശക്തമായി സമരം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ BJP അങ്ങനെ കർത്തായ്ക്കെതിരായി നിൽക്കുന്ന ആളുകളല്ല എന്ന് ഞാൻ പറയാം. മറ്റു കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞോട്ടെ സാറേ, CR നീലകണ്ഠൻ, ഇവിടെ അന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമാണ്. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിൽ ഈ പറയുന്ന ഈ രേഖകളും ഡേറ്റകളും ഗുരുതര വിവരങ്ങളും ഒക്കെ അന്നേ അറിയാം. ഇപ്പൊ നമ്മൾ പറയുന്ന ഇപ്പൊ രാഷ്ട്രീയ പ്രേരിതമായ ഇലക്ഷൻ സമയത്ത് പുറത്തേക്ക് വരുന്നുള്ളതാണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ കൂടി ആ സമയത്ത് പുറത്തേക്ക് വരേണ്ടതാണ്. ഒന്നും പുറത്തു വന്നില്ല കേട്ടോ, അപ്പോഴൊന്നും ഒന്നും വന്നിട്ടില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അന്ന് PT തോമസ് എന്ന ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തത്, ഒരു പത്രസമ്മേളനം നടത്തിയത്. ഷാസ്മിക്ക് ഓർമ്മയുണ്ടാവും. ആരും അത് ഏറ്റെടുത്തില്ല. അന്ന് ആരും, ഒരു BJP ഏറ്റെടുത്തില്ല, ഈവൻ കോൺഗ്രസും ഏറ്റെടുത്തില്ല. കാരണം നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ഈ കർത്ത എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കമ്പനിക്ക് അവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും എല്ലാം അവരെല്ലാം ഇദ്ദേഹത്തിന് ദാസന്മാരാണ്. അർത്ഥത്തിൽ തന്നെ എനിക്കെതിരെ കേസെടുത്തോട്ടെ, കുഴപ്പമില്ല, സാറെന്നാണ് കർത്താവിനെ വിളിക്കുക. ഞാനിപ്പോ കാശ്മീർ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം, ഈ ഇവിടെ നിയമലംഘനം നടത്തിയാണ് അവിടെ ഖനനം നടത്തുന്നതെന്ന് നാട്ടുകാർ കഴിഞ്ഞ 4 വർഷമായി, ഈ മാർച്ച് 5-ന് 4 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുക, സമരം ചെയ്തുകൊണ്ടിരിക്കുക. ഞാനടക്കമുള്ള ആളുകൾ ആ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. അത് ഒരു കുട്ടനാട്ടിലെ ഫ്ലഡും അല്ല, അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. മാത്രമല്ല, ഒരു കാരണവശാലും ഡ്രഡ്ജർ ഉപയോഗിക്കാൻ പാടില്ല. ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ? അക്സർ പറയട്ടെ, സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ, ഈ സമരസമിതിയുടെ കേസ് വന്നപ്പോൾ ഇവർ പറഞ്ഞത് ഞങ്ങൾ ഡ്രഡ്ജർ ഉപയോഗിക്കുന്നില്ല എന്നാണ്. ഒന്നാമത്തെ കാര്യം, ഡ്രഡ്ജർ ഉപയോഗിക്കുന്നില്ല എന്ന് ഇവർ എന്തിനാ പറഞ്ഞേ? ഡ്രഡ്ജർ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നതെന്ന് വിഷ്വൽ ഉണ്ടല്ലോ, പല ചാനലുകൾ വിഷ്വൽ എടുത്തിട്ടുള്ളൂ, നിങ്ങളുടെ ഉണ്ടല്ലോ വിഷ്വല്. എന്നിട്ട് കള്ളം ശുദ്ധ നുണ പറഞ്ഞു. ഇനി രാജീവ് പറയുന്ന പോലെ ഈ പറയുന്ന കരിമണൽ
എടുത്തത് മുഴുവൻ IREയും മറ്റേ KMMലും വീതിച്ചെടുത്തു, CMRL കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ 2 ചോദ്യം മുമ്പ് ഞാൻ ആവർത്തിച്ച ചോദ്യമാണ്. തോട്ടപ്പള്ളിയിൽ നിന്നെടുത്ത കരിമണൽ എത്ര KMMലേക്ക് വന്നു, എത്ര KMMൽ ഉൽപാദനം നടത്തി, IRE വഴിയായാലും ഇൽമനൈറ്റ് വഴിയായാലും, അതിൽ എത്ര CMRLന് കൊടുത്തു, CMRLന് കരിമണൽ കൊടുത്തിട്ടുണ്ട് എന്നത് അല്ല ഇൽമനൈറ്റ് റൂട്ടയിൽ കൊടുത്തിട്ടുണ്ട് എന്നത് സമ്മതിച്ചിട്ടുണ്ട്. KMML CMRLന് അതുപോലെ CMRL തിരിച്ചു പല ചതികളും ഉണ്ട് അതിനകത്ത്. CMRL KMML റൂട്ടയിൽ നൽകുന്നു. KMML വലിയ തോതിൽ ഇവിടുന്ന് ഖനനം നടത്തുന്നു. KMML വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്താണ് ഞങ്ങളിത് ചെയ്യുന്നതെന്ന് പറയുന്ന CMRL അത് ഇവർക്ക് റൂട്ടയിൽ കൊടുക്കുന്നു. റൂട്ടയിൽ വാങ്ങിയിട്ടുണ്ട് KMML, അത് അസംബ്ലിയിൽ കണക്ക് വന്നിട്ടുണ്ട്. അപ്പൊ പ്രശ്നം എന്താ? കരിമണൽ എവിടെ പോയി എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് രാജീവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോരാ, MOU പോരാ. തോട്ടപ്പള്ളിയിൽ നിന്ന് ഹൈവേയിലേക്ക് കയറുന്ന ഈ ലോറികൾ പലപ്പോഴും തെക്കോട്ട് പോകുന്നതിന് പകരം വടക്കോട്ട് പോകുന്നുവെന്ന് വീഡിയോ അടക്കം പരാതി വെച്ച ആളുകളുണ്ട്. KMMലിൽ നിന്ന് മണൽ പിരിച്ച് ബാക്കി വെറും മണൽ എന്ന് പറഞ്ഞ് വലിയ തോതിൽ ധാതു മണൽ കയറ്റുമതി ചെയ്തിട്ടുണ്ട് എന്നതിനുണ്ട്. കർത്തായുടെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മതി സാറേ. പിടിച്ചു കൊടുത്തിട്ട് ഇവിടെ കർത്തായുടെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മതി. അവർ 77 കോടി നഷ്ടത്തിൽ കിടക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് മെമ്മോറണ്ടം കൊടുക്കുന്നു, ഞങ്ങൾക്ക് ഈ സാധനം കിട്ടുന്നില്ല, ഞങ്ങൾ ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരും, അതുകൊണ്ട് ഭയങ്കര പൈസ, ഞങ്ങളെ സഹായിക്കണേ. കൃത്യം സഹായം വരികയാണ് CR. അതാ പറഞ്ഞേ. അല്ല ഞാൻ പറയട്ടെ, അവിടെയാണ് ചതി. വലിയ നഷ്ടത്തിൽ നിൽക്കുന്ന ഒരു കമ്പനി പെട്ടെന്ന് ലാഭത്തിലാവുകയും KMMലിന് പോലും റൂട്ടയിൽ കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ വളരുകയും അവർക്ക് എവിടെ നിന്ന് അതാ ഞാൻ പറഞ്ഞ CMRLന്റെ ബാലൻസ് ഷീറ്റ് ഇപ്പൊ സുരേഷ് പറയുന്ന EDയുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻകം ടാക്സുകാരുടെ കയ്യിലുണ്ടെങ്കിൽ നോക്കിയാൽ മതി. എവിടെ നിന്ന് CMRLന് ഇൽമനൈറ്റ് കിട്ടി, എവിടെ നിന്ന് എന്നൊറ്റ ചോദ്യം കൊണ്ട് ഈ പ്രശ്നം തീരും. CMRLന് ഭൂമിയുടെ അടിയിൽ നിന്ന് അവർ കുഴിച്ചോ? അവർക്ക് ഖനനാവകാശം ഉണ്ടോ കേരളത്തിൽ? 2003 ഉമ്മൻചാണ്ടി AK ആന്റണി കൊടുത്തു, അതിനൊക്കെതിരെ സമരം ചെയ്ത ആളുകളാണ് ഞങ്ങളൊക്കെ. 2004 BM സുധീറിന് സീറ്റ് നഷ്ടപ്പെട്ടത് അങ്ങനെയാണ്, 2007 ചങ്ങല പിടിച്ചത് അങ്ങനെയാണ്. വീണ്ടും ഞാനിതൊന്നും ആവർത്തിക്കുന്നില്ല. ഇതൊക്കെ അവിടുന്ന് മണൽ വാരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പേരിൽ അവിടുന്ന് മാറി. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ മണൽ വാരൽ നിർത്തിയത് എന്തുകൊണ്ടാണ് കശ്മീർ? ഇപ്പോ പെട്ടെന്ന് ഡ്രഡ്ജർ കാണാണ്ടായില്ലോ അവിടുന്ന്. ഡ്രഡ്ജറിന്റെ ചിച്ചർ ഞങ്ങളുടെ അക്സറിനെ അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. ഡ്രഡ്ജർ ഇപ്പൊ കാണാനില്ല, നീ പെട്ടെന്ന് നിർത്തിനേ. അപ്പൊ നീ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാത്ത തരത്തിൽ മണൽ വാരി കഴിഞ്ഞോ? പ്രശ്നം എന്നുടനെ നിർത്താണ്. ഇവിടെയാണ് പ്രശ്നം എന്നൊരു കമ്പനി പൂട്ടി. എക്സാലോജിക്ക് എന്തോ ED വരുന്നു, എക്സാലോജിക്ക് പൂട്ടുന്നു. വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനി പൂട്ടുന്നു. ലീസ് റദ്ദാക്കാൻ നടപടിയിലേക്ക് പോകുന്നു. തോട്ടപ്പള്ളി സ്പിൽവേയുടെ CR 14-ാം തീയതി വാർത്താ സമ്മേളനം, 18-ാം തീയതി ലീസ് റദ്ദാക്കൽ. പ്രശ്നം അത് ലീസ് റദ്ദാക്കുന്നു. അപ്പൊ പ്രശ്നം ഇതാണ്. ഞാൻ ഈ 2-3 ചോദ്യങ്ങൾക്ക് മതി. ഒന്ന്, CMRLന് അവിടുത്തെ കരിമണൽ കിട്ടി. ഈ അവിടെ ഷട്ടർ തുറക്കുമോ? എത്ര ഷട്ടർ തുറക്കും? വെള്ളം ഇവിടേക്ക് തോട്ടപ്പള്ളിയിലേക്ക് വരണമെങ്കിൽ തോട്ടപ്പള്ളി ഷട്ടർ. മൂന്നാമത്തെ വിഷയമാണ് ഈ പറഞ്ഞതുപോലെ എപ്പോഴാണ് ഇപ്പോ ലീസിന്റെ കാര്യത്തിലേക്ക് വരാനെങ്കിൽ കേരളത്തിൽ ഈ 2015 സ്മാർട്ട് സിറ്റിയുടെ ആ വിവാദം നടക്കുമ്പോഴാണ് ഈ ഒരു ഓർഡർ വരുന്നത്. എന്താ? 81(3) പൊതു താല്പര്യം എന്നത് ഡിഫൈൻ ചെയ്തുകൊണ്ട് ഒരേക്കർ ഭൂമിക്ക് 5 തൊഴിൽ അല്ല 20 തൊഴിൽ എന്ന അർത്ഥത്തിൽ കൊടുക്കണം എന്നും ഇത്ര നിക്ഷേപം വേണമെന്നും ആവശ്യപ്പെടുകയാണ്. ഇവിടെ അക്ഷർ പറഞ്ഞാൽ ഒരുപാട് പേർക്ക് 300 പേർക്ക് തൊഴിൽ കിട്ടുമെന്ന്. 50 ഏക്കറിന് ഏറ്റവും ചുരുങ്ങിയത് 1000 പേർക്കെങ്കിലും തൊഴിൽ കിട്ടണ്ടേ? പിന്നെ എനിക്ക് ചിരി വരുന്നത് 7 മെഗാവാട്ട് സോളാർ വെച്ചാൽ 100 ആൾക്ക് തൊഴിൽ കിട്ടുന്നു. എന്താ നോക്കല? കാക്കയോട്ടല. ഇപ്പോ എത്ര പേര് നമ്മുടെ ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സോളാറിന് വേണ്ടി എത്ര പേര് ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഒന്ന് കണക്കെടുത്താൽ മതി. 12 മെഗാവാട്ട് ഉണ്ട്, അത് കൂട്ടാൻ പോകണത്. 7 മെഗാവാട്ട് ഉണ്ടാക്കിയാൽ 100 പേർക്ക് തൊഴിൽ കിട്ടുന്ന എഴുതി കൊടുക്കുക. എന്തൊക്കെ അടിസ്ഥാനം? മാത്രം ഇതിപ്പോ പ്രശ്നമൊന്നുമല്ല ഹാഷ്മി. ആ സ്ഥലം കിട്ടിയാൽ ഇവരവിടെ മൈൻ ചെയ്യും. കേരളത്തിലെ മുഴുവൻ സംവിധാനങ്ങളും കോവിഡ് കാലത്ത് പോലും പോലീസിനെയും ഉദ്യോഗസ്ഥരെയും ഉപയോഗിച്ച് തോട്ടപ്പള്ളിയിൽ നിയമവിരുദ്ധ ഖനനം നടത്താൻ ജനങ്ങളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് കേസെടുത്തൊരു സർക്കാരാണ് ഇവിടെയുള്ളത്. ഇയാളുടെ കയ്യിൽ ഭൂമി കിട്ടിയാൽ അവിടെ ഖനനം ചെയ്താൽ ആര് ചോദിക്കാനുണ്ട്? ഇയാൾക്ക് ഈ ഭൂമി എങ്ങനെയും കിട്ടിയാൽ മതി. എന്ത് പേര് പറഞ്ഞാൽ സർക്കസ് കമ്പനി എന്ന് പറഞ്ഞാലും കിട്ടിയാൽ മതി. സർക്കസ് കമ്പനിയെന്നോ സ്കൂൾ നടത്താനോ കോളേജ് നടത്താനോ എന്ത് പറഞ്ഞ് കിട്ടിയാലും കുഴപ്പമില്ല. കാരണം അയാൾക്ക് ആ ഭൂമിയിൽ കിട്ടിയാൽ ആ ഭൂമിയിൽ കരിമണൽ എടുക്കാനാണ്. അല്ലാണ്ട് 50 ഏക്കർ വേറെ എവിടെയെങ്കിലും കൊടുക്കുക, അയാൾക്ക് പുച്ചഭൂമി കൊടുത്ത എവിടെയെങ്കിലും
പക്ഷെ ഈ കരിമണലിന്റെ ഭൂമി കൊടുക്കണ്ട, അത് ഖനനം ചെയ്യാനാണ്. ഖനനം ചെയ്യില്ല എന്ന് ഇയാൾ എന്തുറപ്പാണുള്ളത്? ഒരുറപ്പുമില്ല. കാരണം എല്ലാ നിയമങ്ങളും ലംഘിച്ച് CMRLന് കരിമണൽ കൊടുക്കാൻ, ഖനനം ചെയ്യാൻ പോലീസിനെ ഉപയോഗിച്ച് കേസെടുത്ത ഒരു സർക്കാരാണ്. എന്നിട്ട് സുപ്രീം കോടതിയിൽ പോയി നുണ പറഞ്ഞ സർക്കാരാണ്. സുപ്രീം കോടതി ഡ്രഡ്ജർ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ സർക്കാരാണ്. മൈനിങ് ഇല്ല എന്ന് പറഞ്ഞ സർക്കാരാണ്. ആ മണൽ CMRLന് കടത്തിക്കൊടുത്ത സർക്കാരാണ്. അപ്പൊ പ്രശ്നം ഹാഷ്മി, ഇത് വളരെ ലളിതമാണ്. CPM-കാർ വരാതിരിക്കുന്നത് പാവം അക്സർ പറയുന്നതിന് CPM-ന് ഉത്തരവാദിത്തമില്ല, CPM പറയുന്നതിന് അക്സറിന് ഉത്തരവാദിത്തമില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഒന്നും കുറ്റം പറയില്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയും. ശരി, പക്ഷേ ആ കടത്തിനുള്ള കൂലിയാണ് മാസപ്പടി എന്ന് പറയുകയാണ് മാത്യു കോഴിനാടൻ. എന്തുകൊണ്ട് നിയമസഭയിൽ ഒരു കാര്യം അല്ല, എന്തുകൊണ്ട് നിയമസഭയിൽ അവതരിപ്പിച്ചില്ലേ? മന്ത്രി മറുപടി പറയേണ്ടത് എവിടെയാണ്? മന്ത്രി മറുപടി പറയേണ്ടത് നിയമസഭയിലെ ഫേസ്ബുക്കിലാണോ? എന്ത് കഥ! നിയമസഭയിൽ അങ്ങ് അവതരിപ്പിച്ചാൽ പോരെ? നിയമസഭയിൽ കോഴിനാടന്റെ വൃത്തികെട്ട പേപ്പറാണ്, ഇത് തെറ്റാണ്, ഇതിന്റെ ഡോക്യുമെന്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് ഫേസ്ബുക്ക് പോസ്റ്റിലല്ലല്ലോ ഇടണ്ടേ? ചീറ്റിപ്പോയി, പടക്കമായി, അതായി ഇതായി, ഇത്തരം ഭാഷ അക്സറിനെ തുടങ്ങി വെച്ചത് വലിയ മായികമായ ഒരു ഭാഷയല്ല. അതൊന്നും വേണ്ട. ഡോക്യുമെന്റ് സ്പീക്സ്. ഡോക്യുമെന്റ് ആണ്. നമ്മളെപ്പോഴും പറയുന്നതാണ് ഈ പറയുന്ന എന്താണ് ഇപ്പം ഈ കരിമണൽ കർത്താടെ കയ്യിൽ നിന്ന് 1.25 കോടി രൂപ വാങ്ങിയതിന് സേവനം എന്താന്ന് എന്ന ഒരു കീറക്കടലാസെങ്കിലും എക്സാലോയ്ക്ക് എഴുതി തീർന്നാൽ തീരാൻ ചർച്ചയുള്ളൂ. അതുപോലും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ എത്താം. ശ്രീ രാജു പി നായർ, ഇവിടെ ഇതിലും വലിയ മലമറിക്കാൻ വന്ന അന്വേഷണങ്ങൾ എവിടെയും എത്താതെ അന്തരീക്ഷത്തിൽ ആവിയായപ്പോൾ ഒന്നല്ല, പലവിധ ചരിത്രങ്ങൾ നമുക്കറിയാം. രാജു പി നായർ, അതുകൊണ്ട് അന്വേഷണ വഴിയിൽ സത്യമൊക്കെ പുറത്തേക്ക് വരുമോ? ഈ കർത്ത പണം കൊടുത്ത് ആരെയൊക്കെ വിലക്കെടുത്തു എന്നൊക്കെയുള്ളത് അത് പുറത്തേക്ക് വരുമോ, നമ്പാവോ എന്നൊക്കെ വരും കാലങ്ങൾ തെളിയിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, മാത്യു കോഴിനാടൻ എന്ന് പറയുകയാണ് 54 ലക്ഷം ടൺ, 40,000 കോടി എന്ന് പറയുകയാണ്. 40,000 കോടിയുടെ മണൽ ഏതോ വഴിക്ക് എങ്ങനെയൊക്കെയോ പോയി. സത്യം നാടിനറിയണ്ടേ? അന്വേഷണത്തിലൂടെയോ അല്ലാതെയോ? രാജു പി നായർ. ആഷ്മി, ഈ അന്വേഷണമൊന്നും ഒരിടത്തും എത്താൻ പോകുന്നില്ല. വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണല്ലോ. ഹാഷ്മി അത് പറഞ്ഞു. 2019 അന്വേഷണം തുടങ്ങിയ BJP-യുടെ സർക്കാരിൻ്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ, ആ ഏജൻസികൾ പിണറായി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന് ആലോചിക്കണം. അതും BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ എങ്ങനെയാണ് വേട്ടയാടുന്നതെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ളൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, ഈ പറയുന്നത് ഏറ്റവും വലിയ BJP-യുടെ എതിർപ്പ് ഞങ്ങളാണ്, CPM-കാരാണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഇല്ലാതെയാക്കാൻ കഴിയുന്ന രീതിയിലുള്ള അത്രയും വലിയ വിവരങ്ങൾ കയ്യിലിരുന്നിട്ട് 2019 തെരഞ്ഞെടുപ്പ്, 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് പുറത്തേക്ക് BJP വിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണം എങ്ങും എത്താൻ പോകുന്നില്ല. ഒരു സംശയവും വേണ്ട. ഇത് പിണറായി വിജയനെ സമ്മർദ്ദത്തിലാക്കി തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരിക എന്നുള്ളതിനപ്പുറം ഒരു ലക്ഷ്യവും ഈ അന്വേഷണത്തിനില്ല. ഇനി കേരള സർക്കാർ അന്വേഷിക്കണമായിരുന്നു. ഞാൻ പറയട്ടെ, ഈ സെൻട്രൽ ഇന്ററിം ബോർഡിന്റെ വിധി, ആ ഇന്ററിം ബോർഡിന്റെ വിധി PV-യെ കുറിച്ചും RC-യെ കുറിച്ചും KK-യെ കുറിച്ചും OC-യെ കുറിച്ചും മാത്രമല്ലല്ലോ പറഞ്ഞത്. അതിൻ്റെ അകത്ത് പറഞ്ഞത് എന്താ? ഈ സംസ്ഥാനത്തിന്റെ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ഗോവിന്ദൻ എന്നാണ് എൻ്റെ ഓർമ്മ, AG പൈസ മേടിച്ചു എന്ന് എഴുതി വെച്ചിട്ടില്ലേ? പോലീസ് സംവിധാനത്തിന് ഞങ്ങളുടെ ഈ കച്ചവടം മുഴുവൻ നടത്താൻ വേണ്ടി പണം കൊടുത്തു എന്ന് എഴുതി വെച്ചിട്ടില്ലേ? പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനത്ത് അനധികൃത ഖനനത്തിന് വേണ്ടി പോലീസ് ഉൾപ്പെടെ പണം മേടിച്ചു എന്ന് പറഞ്ഞാൽ വാദത്തിന് ഹാഷ്മി നമുക്ക് അംഗീകരിക്കാം. PV എന്ന് പറയുന്ന പിണറായി വിജയനല്ല, ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ലോകം കണ്ട ഏറ്റവും വലിയ സത്യസന്ധനാണ് എന്ന് വാദത്തിന് അംഗീകരിക്കാം. അദ്ദേഹത്തിന്റെ കീഴിലെ പോലീസ് സംവിധാനം ഈ പണം മുഴുവൻ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചില്ല? അപ്പൊ സംസ്ഥാന സർക്കാർ ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കില്ല. മാധ്യമങ്ങൾ അല്ലല്ല രാജു പി നായർ, ഇവിടെ മാധ്യമങ്ങൾ വാർത്ത വളച്ചൊടിക്കുന്നു. അതുകൊണ്ട് മാധ്യമങ്ങൾ അവിടെ മുഖാമുഖത്തിൽ പങ്കെടുക്കാത്ത മാധ്യമങ്ങൾ എന്താണ് അവിടെ അവതാരകം പറയും ഇവിടെ തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ട മാധ്യമങ്ങൾ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ മുഖ്യമന്ത്രി എഴുന്നേറ്റ് പറയും അങ്ങനെ പോരാ, മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നവരാണ്, എല്ലാവരും പുറത്താക്ക് എന്ന് പറയുന്ന മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് പണം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതെങ്കിലും അന്വേഷിക്കണ്ടേ? ഏത് മാധ്യമങ്ങൾക്ക് എത്ര കോടി ആൾ കൊടുത്തു എന്ന് അന്വേഷിക്കണ്ടേ രാജു പി നായർ? അതെ, അതെങ്കിലും അന്വേഷിക്കണ്ടേ? ഒരു സംസ്ഥാനത്തെ മുഴുവൻ സംവിധാനവും ഒരാൾ വിലക്കെടുത്തു എന്ന് പറഞ്ഞിട്ട് അതിൽ പങ്കാളിയല്ലാത്ത ഒരാളാണെങ്കിൽ, ഈ നാട്ടിൽ ന്യായം നടപ്പാക്കണമെന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കണ്ടേ? ചെയ്തോ? ഇല്ല. ഇനി ഹാഷ്മി മറ്റൊരു കാര്യം കൂടി പറയാം. 2009, 2019, 2021 ED-യുടെയും ഇൻകം ടാക്സിന്റെയും ROC-യുടെ അന്വേഷണം മാത്രമല്ല, ഈ വിവാദത്തിന് മുഴുവൻ ആധാരമായ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്നത് എന്താ? ജൂൺ 23 വിധി വരുന്നത്. ജൂൺ 2023. ആ ജൂൺ 2023 ഈ വിധി വന്നതിന് ശേഷം അത് പുറത്തേക്ക് വരുന്നത് എപ്പോഴാ? ഓഗസ്റ്റ് മാസമാണ് അത് പുറത്തേക്ക് വരുന്നത്. BJP കൊണ്ടുവന്നതല്ല, കേന്ദ്ര സർക്കാർ അറിയിച്ചതല്ല,
നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ ഒരു മാധ്യമം വാർത്ത എഴുതുമ്പോഴാണ് കേരളം ഇതറിയുന്നത്. അപ്പോ 2019 അന്വേഷണം, ROC ഉൾപ്പെടെ ഇൻകം ടാക്സ് ഉൾപ്പെടെ അന്വേഷണം BJP മറച്ചുവെച്ചു. EDയുടെ റെക്കമെൻഡേഷൻ BJP മറച്ചുവെച്ചു. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് അത് മറച്ചുവെച്ചു. ഇത്രയും മറച്ചുവെച്ചത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി BJP ചെയ്തതാ. അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇനി P. രാജീവിന്റെ വാദം പൊളിയുന്നത് നോക്കൂ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ എന്ത് പേര് പറഞ്ഞുകൊണ്ടാണ് CMRL പിണറായി വിജയന് കത്ത് കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക യോഗം വിളിച്ച് ഈ ഖനനാനുമതി കൊടുക്കുന്നതിന് വേണ്ടി ആ റദ്ദാക്കുന്ന 2019 നോട്ടിഫിക്കേഷൻ പ്രകാരം റദ്ദാക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ നടപടി അട്ടിമറിച്ചത്. ഞങ്ങൾക്ക് ഈ ഇല്ലുമിനേറ്റ് ഞങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എടുക്കേണ്ടി വരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ലാഭം ഉണ്ടാവുന്നില്ല, ഞങ്ങൾ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞു കൊടുത്ത ആ മെമ്മോറാൻഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2019 കേന്ദ്ര സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം അവസാനം വരെ അത് റദ്ദാക്കുന്നതിനുള്ള അവസാന നടപടി വരെ ജിയോ മൈനർ ഡിപ്പാർട്ട്മെന്റ് എടുത്തതിനു ശേഷം പിണറായി വിജയൻ അട്ടിമറിക്കുന്നത്. അപ്പോ ഇന്ന് രാജീവ് എഴുതി വെച്ച ശുദ്ധ മണ്ടത്തരം ആണ് എന്ന്, അല്ലെങ്കിൽ രാജീവിന്റെ ക്യാപ്സ്യൂള് ഇതൊന്നും വിഴുകാൻ കഴിയാത്ത രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് CPM വരാത്തത്. അപ്പൊ ഇതിനകത്ത് മുഴുവൻ ഈ നടന്നു. ഇനിയിപ്പോ സുരേഷ് പറഞ്ഞ RC ഉണ്ട്, OC ഉണ്ട്, കുഞ്ഞാലിക്കുട്ടിയുണ്ട്, എല്ലാം ഉണ്ട്. അന്വേഷിക്കുന്നേ. EDയുടെ കയ്യിലും ROCയുടെ കയ്യിലും ഇൻകം ടാക്സിന്റെ കയ്യിലൊക്കെ അല്ലേ ഇരിക്കുന്നത്. അന്വേഷിക്കൂ. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ അന്വേഷിക്കൂ. എന്താ അന്വേഷിക്കാത്തത്? ശരി, ഞാൻ ഇടവേളയിലേക്ക് പോകണം. ശ്രീ അസ്കർ, എന്തുണ്ടല്ല എവിടെയാണെന്ന് പറഞ്ഞാലും എന്താണെന്ന് പറഞ്ഞാലും മാത്യു കുഴൽനാടൻ ഈ നാട്ടിലൊരു MLA ആണ്. നമ്മുടെ നിയമസഭയിലെ നാട്ടുകാർ തിരഞ്ഞെടുത്ത് വിട്ട ഒരു സാമാജികനാണ്. ആ സാമാജികൻ നാടിൻ്റെ മുഖ്യമന്ത്രിയെ പറ്റി പറയുകയാണ്, കരിമണൽ കർത്തായിൽ നിന്നും 100 കോടി രൂപ കൈക്കൂലി വാങ്ങിയ ആളാണെന്ന് പറയുകയാണ്. മുഖ്യമന്ത്രിക്ക് മാനനഷ്ടം ഉണ്ടാവേണ്ടതില്ലേ? പോട്ടെ, കോടതിയിലേക്ക് പോകേണ്ട, നിയമസഭയിലെങ്കിലും ഈ മാത്യുവിനെതിരെ നടപടി ഉണ്ടാവേണ്ടേ ആ ഗുരുതരാരോപണത്തിൽ? CBN അസ്കർ. ഹാഷ്മി, ഇതിൽ കാണേണ്ടത് ശ്രീ മാത്യു കുഴൽനാടൻ ഒരു സൂപ്പർ പ്രതിപക്ഷ നേതാവ് ചമയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ VD സതീശനും മുകളിലും അതുപോലെ ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ മുൻ പ്രതിപക്ഷ നേതാവിനും മുകളിലും താൻ ഏതോ വലിയ മഹാകാര്യം ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടിയുള്ള ഉണ്ടയില്ലാ വെടികളും നനഞ്ഞ പടക്കങ്ങളാണ്. 3 പാർട്ടായി അദ്ദേഹം ഉന്നയിച്ച ഏതെങ്കിലും ആക്ഷേപങ്ങൾക്കും അസംബന്ധങ്ങൾക്കും അദ്ദേഹത്തിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ നാളിതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു രേഖകൾ അദ്ദേഹത്തിന് പുറത്തുവിടാൻ കഴിഞ്ഞിട്ടുണ്ടോ? The assessee is concealing from the commission the fact that the assessee is concealing from the commission the fact that she is the daughter of a political leader whose initials are explained and to whom major payments have been made. മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രി 135 കോടിയിൽ സിംഹഭാഗവും കൈക്കലാക്കിയത് ഈ പിണറായി വിജയനാണെന്ന് പറയുന്നത് ആകാശത്തെ കുണ്ടയിലാവടി വെച്ചതല്ല. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് അതിന്റെ കണ്ടെത്തലായി എഴുതി വെച്ചിരിക്കുന്നതാണ്. ഹസ്കർ ചിരിക്കുന്നോ അത് കേട്ടിട്ടും? അശ്മി, ഞാൻ പല ആവർത്തിക്കുന്നതും ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന് അതിനപ്പുറം ഇൻകം ടാക്സിന്റെ കയ്യിൽ ഒരു രേഖകളുണ്ട്. ആ രേഖകൾ പുറത്തുവിടാൻ ഇൻകം ടാക്സും കേന്ദ്ര സർക്കാരും തയ്യാറാകണം എന്നു തന്നെയാണ്. അതാണ് ഞാൻ പറയുന്നത്. റിപ്പോർട്ട് പുറത്തുവിട്ടാൽ ആരൊക്കെ വാങ്ങിയെന്ന് അറിയട്ടെ, അത് നാടിനറിയണം. പക്ഷേ ഇവിടെ ഒരു ആദായ നികുതി വകുപ്പിന്റെ ക്വാസി ജുഡീഷ്യൽ ബോഡിയുള്ള നിയമവിധേയമായി നിലനിൽപ്പുള്ള ഒരു ഉത്തരവിൽ എഴുതി വെച്ചിരിക്കുന്നു, നാടിന്റെ മുഖ്യമന്ത്രി കൊടുത്ത 135 കോടിയിൽ മേജർ ഷെയർ വാങ്ങിയ ആളാണ്. അത് മാത്യു കുഴൽനാടൻ ആവർത്തിക്കുന്നു. മാനനഷ്ട കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഹസ്കർ. അതുകൊണ്ടാണ്. അങ്ങനെയല്ല അശ്മി ഇതിനെ കാണേണ്ടത്. ഇതിൽ കേന്ദ്ര സർക്കാർ ഒളിക്കേണ്ട പല പേരുകളും ഒളിച്ചു വെച്ചിട്ടുണ്ട്. അത് അവർക്ക് വിരോധമുള്ള പേരുകൾ മാത്രമാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന അർത്ഥത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. ഇൻകം ടാക്സിന്റെ കയ്യിലുള്ള ആ രേഖ പുറത്തുവിടുന്നതിനുള്ള ധൈര്യം കേന്ദ്ര സർക്കാരും BJPയും കാണിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അപരാധങ്ങൾക്ക് മുഴുവൻ അതോടുകൂടി അവസാന വാക്കാവുകയാണ്. മാത്രമല്ല, ഇതിൽ കാണേണ്ടത് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിനെതിരെ മാനനഷ്ടം കൊടുക്കുക, അല്ലെങ്കിൽ മാത്യു കുഴൽനാടൻ ഇങ്ങനെ ആവർത്തിക്കുന്നതിൽ മാനനഷ്ടം കൊടുക്കുക എന്നുള്ളതാണല്ലോ ഒരു വലിയ ചോദ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ശ്രീ മാത്യു കുഴൽനാടൻ നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ അദ്ദേഹം സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സാമാന്യമായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് അറിവില്ലായ്മ ഉണ്ട് എന്ന അർത്ഥത്തിലാണോ? അശ്മി, നാളെ അങ്ങൊരു പരാതി മുഖ്യമന്ത്രിക്ക് അയക്കൂ. ആ പരാതിയിന്മേൽ മുഖ്യമന്ത്രി കൃത്യമായി ആ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്യേണ്ടത് സർക്കാർ ഓഫീസ് മാനുവൽ അനുസരിച്ച്
ചെയ്യേണ്ടത് ആ പരാതിയിന്മേൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. ഇവിടെ ആദായ നികുതി വകുപ്പിന്റെ ഒരു ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന നാടിന്റെ മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കള്ളമാണെങ്കിൽ, അസംബന്ധമാണെങ്കിൽ അതൊന്ന് നീക്കിത്തരണമെന്ന് ആവശ്യപ്പെട്ട് ഒരു നിയമപരിഹാരം ഇല്ലെന്നാണോ പറയുന്നത് ബി എൻ അസ്കർ? ഒരു നിയമപരിഹാരം ഇല്ലെന്നാണോ പറയുന്നത്? ഒരു കോടതിയെ സമീപിക്കാൻ പറ്റില്ലെന്നാണോ പറയുന്നത്? അങ്ങ് അങ്ങനെയല്ലേ 226 റിട്ട് പ്രകാരം 226 കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്ക് റിട്ട് ജൂറിസ്ഡിക്ഷൻ പ്രകാരം ഏതു കാര്യത്തിനും നമുക്ക് കോടതിയെ സമീപിക്കാം. ഇവിടെ സാമാന്യ നീതിയുടെ ലംഘനത്തോടുകൂടി ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് അത് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. പക്ഷേ ഇതിൽ കക്ഷികളായിട്ടുള്ള പേര് പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളെ വിളിച്ചു വരുത്തി അവരുടെ അഭിപ്രായം കൂടി ചോദിച്ചിരുന്നു എങ്കിൽ അങ്ങ് പറയുന്ന തരത്തിലുള്ള നിയമ പോരാട്ടങ്ങൾക്ക് താങ്കൾ പറയുന്ന നിയമപരമായ ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ട് KSIDC കൊണ്ടുവന്ന പോലെ ലക്ഷങ്ങൾ വിലയുള്ള KS വൈദ്യനാഥൻ വക്കീലിനെ പോലുള്ള വക്കീൽമാരെ കൊണ്ടുവന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ഏറ്റവും ലോവർ കോർട്ടിലുള്ള ഏതെങ്കിലും കോടതിയെ സമീപിച്ചുകൂടെ മുഖ്യമന്ത്രിക്ക്? ഇനി മുഖ്യമന്ത്രിക്ക് മടിയാണെങ്കിൽ CPM-ന് ഇതൊന്ന് മാറ്റി തരണം. ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇങ്ങനല്ല, ഞങ്ങളുടെ നേതാവ് ഇങ്ങനെ അഴിമതിക്കാരനല്ല, കോടിക്കണക്കിന് രൂപ ഒരു തീരദേശ വഞ്ചന നടത്തി പണം ഉണ്ടാക്കുന്ന ആളുടെ ഖജാനയിൽ നിന്ന് വാങ്ങേണ്ട ഗതികേട് ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കില്ല എന്ന് CPM എങ്കിലും പോകണ്ടേ കോടതിയിൽ? കേരളത്തിലെ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് ചോദിച്ചോട്ടെ. അതെ, രാജു പി നേരം ചോദിച്ചോട്ടെ. രാജു എന്താണ്? ശരി, പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ശരി, ശ്രീ ഹസ്കർ, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഏറ്റവും ആധാരമായിട്ടുള്ള കുറ്റകൃത്യം എന്ന് പറയുന്നത് ഫേക്ക് ഇൻവോയ്സ് ഉണ്ടാക്കി എന്നുള്ളതാണ്. സേവനം കൊടുക്കാതെ ഇൻവോയ്സ് ഉണ്ടാക്കി പണം കൈമാറി എന്നുള്ളതാണ്. ഫേക്ക് ഇൻവോയ്സ് എന്ന് പറയുന്നത് GST നിയമപ്രകാരം 132(3) പ്രകാരം അത് ക്രിമിനൽ കുറ്റമാണ്. അങ്ങനെ ക്രിമിനൽ കുറ്റത്തിൽ എന്ന് വെച്ചാൽ ഇൻകം ടാക്സിന് GST വകുപ്പിന് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ EDക്ക് ഷെയർ ചെയ്യണം എന്ന കേന്ദ്ര സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടായി. ആ ഘട്ടത്തിൽ തനിക്കെതിരെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിലെ ഫേക്ക് ഇൻവോയ്സ് ഉണ്ടാക്കി എന്ന് പറയുന്ന വാക്ക് എനിക്കെതിരെ ED അന്വേഷണത്തിനും വ്യാജരേഖ ചമച്ചുള്ള ക്രിമിനൽ കുറ്റത്തിനും കാരണമാകും. അതുകൊണ്ട് എൻ്റെ പേര് ഇതിൽ നിന്ന് ഒഴിവാക്കണം, എന്നെ കേൾക്കാതെയായിരുന്നു എന്ന് പറഞ്ഞ് ഒരു കോടതിയിൽ കേസ് കൊടുക്കാൻ വീണ വിജയൻ തയ്യാറായോ? വീണ പോട്ടെ, വീണ പോട്ടെന്നേ. വീണ അവിടെ സ്വകാര്യ കാര്യം, ഇത് അതല്ലല്ലോ. വീണ ആരാണ്? വീണ എക്സാലോജിക് കമ്പനിയുടെ ഏക ഡയറക്ടർ. ഈ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ഈ മുഖ്യമന്ത്രി 100 കോടി കൈക്കൂലി വാങ്ങാൻ നമുക്ക് നാണക്കേടാണ്. അത് ഒഴിവാക്കണം, നമ്മുടെ ആവശ്യമാണ്. അല്ല ഹാഷ്മി, അതിനെ പറയുന്നത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയുടെ ക്രക്സ് ഇതാണല്ലോ. ഈ എക്സാലോജിക്ക് കൊടുത്ത പൈസ സേവനം നൽകാതെ പണം വാങ്ങിയതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതാണ് ക്രക്സ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരി, ഞാൻ എത്താം. ഹസ്കറിലേക്ക് എത്തും മുമ്പ് ഇന്നലെ വന്നൊരു പ്രതികരണം കൂടി കേട്ടു നോക്കാം. ഇന്നലെ വന്ന പ്രതികരണമാണ്. ഞാൻ എത്താം. ഹസ്കർ, ഇന്നലെ വന്ന പ്രതികരണം ഒന്ന് കേൾപ്പിക്കാവോ? സാബും ജേക്കബ്. ഒരു കാര്യം ഞാൻ പറയാം, എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളില് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും. ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല, സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ്. എന്നെ എതിർക്കുന്ന സഹാക്കള്, എന്നെ എതിർക്കുന്ന MLA, ഈ ജില്ലാ നേതൃത്വത്തിനോടാണ് ഞാൻ പറയുന്നത്, എന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ്. ബി എൻ അസ്കർ, ഇവിടെ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോയപ്പോൾ എന്തോ സഹായം കൊടുത്ത കാര്യവും ആ സഹായം ഒന്നും മുഖ്യമന്ത്രി ഓർത്തില്ല. പോട്ടെ, അത് മുഖ്യമന്ത്രിയുടെയും സാബുവും ജേക്കബിന്റെ വ്യക്തിപരമായ കാര്യം. ചികിത്സയ്ക്ക് പോയപ്പോൾ എന്തോ സഹായം കിട്ടി, അത് അവരുടെ കാര്യം. പക്ഷേ ഇതാണ് സാബുവും ജേക്കബ് എന്ന് പറയുകയാണ്, എന്നെ പിടിച്ചകത്തിട്ടാൽ മുഖ്യമന്ത്രിയുടെ മകളെ ഒരാഴ്ചയ്ക്ക് പൂട്ടാനുള്ള ആറ്റം എൻ്റെ കയ്യിലുണ്ട്. പ്രതികരിക്കേണ്ട ബി എൻ അസ്കർ ആരെങ്കിലും? ബ്ലാക്ക് മെയിലിംഗ് അല്ലേ അത്? ഹഷ്മി, ഇത്തരത്തിൽ പല ആളുകളും പലയിടത്തും നിന്ന് നമ്മൾ തെരുവിലൂടെ നടക്കുമ്പോൾ പല പ്രാന്തന്മാരും പലതും വിളിച്ചു പറയാറുണ്ട്. ഇത് ആൾക്കൂട്ടത്തെ കാണുമ്പോൾ ചിലർക്കുണ്ടാകുന്ന ഒരുതരം മാനസിക വിഭ്രാന്തി മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ മകളെ ഒരാഴ്ചക്കുള്ളിൽ അകത്താക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തു തെളിവാണ് ഉള്ളത്? എന്തെങ്കിലും തെളിവുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ വേട്ടയാടുന്നു എന്ന് ഇങ്ങനെ കേരളത്തിലെ മുഴുവൻ പറഞ്ഞു നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ തെളിവ് എന്തെങ്കിലും ഒരു
കാര്യം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അതൊരു പത്രസമ്മേളനത്തിലൂടെയെങ്കിലും അദ്ദേഹം വിളിച്ചു പറയില്ലായിരുന്നു. കേരളത്തിലെയും അല്ലെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് അദ്ദേഹം ഭരിക്കുന്നു എന്ന അർത്ഥത്തിൽ അഹംഭാവത്തിൽ നടക്കുന്ന ഒരു മുതലാളി, ആ മുതലാളിയുടെ ഇത്തരം ജൽപ്പനങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട ബാധ്യത കേരളത്തിലെ CPM-ന് ഇല്ലെന്നേ, അല്ലെങ്കിൽ അത് പറയേണ്ട ബാധ്യത ഉത്തരവാദിത്വം കേരളത്തിലെ CPM-നും ഇടതുപക്ഷ പ്രവർത്തകർക്കും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിന് മറുപടി അർഹിക്കാത്തത് കൊണ്ട് കൂടിയാണ്. മാത്രമല്ല ഇപ്പോ ശ്രീ രാജു പി നേർ ചോദിച്ച ചോദ്യം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ചോദ്യം ഉതിർത്തു വെച്ചിരിക്കുന്നത് ആ ചോദ്യം ഉതിർത്തു വെച്ചിരിക്കുന്നത് ഒരു അരഡസനിലധികം വരുന്ന UDF നേതാക്കന്മാർക്ക് നേരെയാണ്. 2018-19 ഫിനാൻഷ്യൽ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് 2017. അപ്പൊ സ്വാഭാവികമായി ഒരു തെരഞ്ഞെടുപ്പും ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ ഈ പറയുന്ന ഞങ്ങൾ പണം വാങ്ങിയത് രാഷ്ട്രീയ പ്രവർത്തനത്തിനും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനുമാണെന്ന് വീമ്പിളക്കിയ OC-യും RC-യും തുടങ്ങിയിട്ടുള്ള അരഡസൻ UDF നേതാക്കന്മാരുണ്ടല്ലോ. ആ UDF നേതാക്കന്മാർ ആരെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ ഇതിന്റെ കണക്ക് കൊടുത്തിട്ടുണ്ടോ? കോൺഗ്രസിന്റെ വെബ്സൈറ്റിൽ അതിന്റെ കണക്ക് കൊടുത്തിട്ടുണ്ടോ? ഒരു കണക്കുമില്ലെന്നേ. അവരെല്ലാം വാങ്ങിയിട്ടുള്ളതാണ്. പോകുന്ന ആരാണ് മുഖ്യമന്ത്രിയുടെ മകൾ, അതിനെതിരെ പോകുന്ന ആരാണ് KSIDC. അന്വേഷണം നടക്കട്ടെ. മുഖ്യമന്ത്രിയുടെ മകൾ ഒന്നേ മുക്കോടി മാത്രമല്ല, ബാക്കി എല്ലാം പുറത്തേക്ക് വരുമല്ലോ. അങ്ങനല്ലേ? ശരി രാജു, ഇൻ റിട്ടേൺ ഫേവർ ചെയ്യണം. ഇൻ റിട്ടേൺ ഫേവർ ചെയ്യുമ്പോഴാണ് അഴിമതിയാവുന്നത്. ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും കരിമണൽ കർത്തയ്ക്ക് അനുകൂലമായി എന്ത് ഫേവർ ചെയ്യുന്ന ഹസ്കർ ഒന്ന് പറയുക. ശരി ഞാൻ രേഖകൾ എടുക്കൂ. ശരി, ഞാൻ സുരേഷിലേക്ക് എത്താം. സിആർ എന്താണ്? അല്ല, വളരെ ലളിതമാണ്. അതിപ്പോ നേരത്തെ സാബുവിന്റെ കാര്യം പറഞ്ഞില്ലേ, സാബുവിനോട് മിണ്ടാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നു. കാരണം സാബു അതിന് മുമ്പ് തന്നെ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ചില കണക്കൊക്കെ പൈസ കൊടുത്തതിന്റെ എനിക്കും അറിയാം. സാബു കോൺഗ്രസിനും CPM-നും BJP-ക്കും പൈസ കൊടുത്തതിന്റെ കണക്കൊക്കെ ഉണ്ട്. ഒരു വ്യവസായിയാണ് അയാൾ. പൈസ കൊടുത്തതിന്റെയും മറ്റ് ഫേവറുകൾ ചെയ്തതിന്റെ ഒക്കെ കണക്കുണ്ട്. ഇനി ഏറ്റവും പ്രധാനം, ഇപ്പൊ നേരത്തെ എനിക്ക് അക്സർ പറഞ്ഞ കാര്യം എനിക്ക് തമാശ തോന്നി. ആരന്വേഷിക്കണ്ടേ? മുഖ്യമന്ത്രിക്കെതിരെ 100 കോടിയുടെ ആരോപണം വന്നിട്ട് മുഖ്യമന്ത്രി മിണ്ടാണ്ടിരുന്ന പിന്നെ 2 കോടി വാങ്ങിയ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി എന്തിനാ പറയണേ? രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി മിണ്ടുന്നില്ല, സിനിമയിൽ പറഞ്ഞ പോലെ. അതുകൊണ്ട് മുഖ്യമന്ത്രി ആദ്യം പറയണം, ഞാൻ ചെയ്തിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയെ തെളിയിക്കേണ്ടത്. ഇൻ പവർ മാത്രമല്ല, കേസ് അന്വേഷണം വേണ്ട എന്ന് പറയാൻ നമ്മുടെ പണ്ണെടുത്ത് പോകുന്ന മുഖ്യമന്ത്രിയാ ആണ്. സുരേഷ്, ഇലക്ട്രൽ ബോണ്ടിൽ ഏതൊക്കെ കമ്പനി പണം വാങ്ങിയെന്ന് SP-യോട് പറയാൻ പറഞ്ഞ സുപ്രീം കോടതിയാണ്. അപ്പോൾ നാടറിയേണ്ട വിവരങ്ങളാണ് ഈ പറയുന്നത് പോലെ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾ എത്ര കോടി എന്ന് പറയുന്ന മുട്ടുമുറിയോ അല്ലാതെ പൊട്ടുംപൊടിയോ അല്ലാതെ അതിന്റെ ഫുൾ ലിസ്റ്റ് പുറത്തുവിടാൻ ആദായ നികുതി വകുപ്പിനോട് കേരള BJP ആവശ്യപ്പെടുമോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആറ്റം ബോംബുണ്ടെന്ന് പറയുന്ന സാബു ജേക്കബിനെ ഈ അന്വേഷണ ഏജൻസികൾ വിളിച്ചു വരുത്തി ചോദിക്കണ്ടേ എന്താണ് ആറ്റം ബോംബെന്ന്? ശ്രീ സുരേഷ്. അല്ല ശ്രീ ഹാഷ്മി, ഇവിടെ ഈ കോൺഗ്രസ്സുകാർ പറയുന്നത് അനുസരിച്ചിട്ട് നമുക്ക് ഈ ചർച്ച കൊണ്ടുപോയാൽ ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തും. ഹാഷ്മിക്കും എനിക്കും ശ്രീ CR നീലകണ്ഠനും അറിയാലോ, ഇവിടെ 30 വർഷക്കാലത്തോളം കോൺഗ്രസ് കേരളം ഭരിച്ചു, 30 വർഷക്കാലത്തോളം CPM ഭരിച്ചു. കോൺഗ്രസ് 60 വർഷക്കാലം ഇന്ത്യ മുഴുവൻ ഭരിച്ചു. ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിച്ച സമയത്ത് ഏതെങ്കിലും ഒരു CPM-കാരനെ അഴിമതിയുടെ പേരിൽ അറസ്റ്റ് ചെയ്യുകയോ നടപടിയെടുക്കുകയോ ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അഴിമതി നടക്കാത്തത് കൊണ്ടല്ല. CPM കേരളം ഭരിച്ച സമയത്ത് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ ജയിലിലാക്കുകയോ നടപടിയെടുക്കുകയോ അഴിമതിയുടെ പേരിൽ പിടിക്കപ്പെടുകയോ ചെയ്തതായിട്ട് കേരളം കേട്ടിട്ടില്ല. അഴിമതി നടത്താത്തത് കൊണ്ടല്ലല്ലോ കോൺഗ്രസ്സുകാർ. ഇന്ത്യ മുഴുവൻ കോൺഗ്രസ് ഭരിച്ച സമയത്ത് CPM-നെതിരെ ഇന്ത്യയിൽ എവിടെയെങ്കിലും അഴിമതിയുടെ പേരിൽ എന്തെങ്കിലും നടപടിയെടുത്തതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ 60-65 വർഷക്കാലമായിട്ട് അങ്ങോട്ട് നീ ഭരിക്കുമ്പോൾ നീ വെട്ടിത്തിന്നോ, ഞാൻ ഭരിക്കുമ്പോൾ ഞാൻ വെട്ടിത്തിന്നാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് വെട്ടിത്തിന്നൽ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോകാം എന്ന ഒരു മുന്നണി UDF LDF സംവിധാനമാണ് ഈ കേരളത്തിലുള്ളത്. ഇതിൻ്റെ ഒരു നേതാവായിട്ടുള്ള കോൺഗ്രസ്സുകാർ, അത് മാത്യു കുഴൽനാടനാണെങ്കിലും അതോടൊപ്പം തന്നെ അതിന് ഇപ്പോൾ രാജു പി നായരാണെങ്കിലും, കേന്ദ്ര ഏജൻസികൾ ഇവിടുത്തെ ചാനൽ ചർച്ചകൾ നടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ VD സതീശൻ നാവ് അനക്കുന്നത് ഇപ്പോൾ പോലും അനക്കുന്നില്ല. നാവ് അനക്കാതിരുന്ന കാലഘട്ടത്തിൽ, ഇവിടെ ഇവരെല്ലാവരും ഒരുമിച്ച് മാസപ്പടി വാങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആരുടെയും നിർദ്ദേശമില്ലാതെ, ആരുടെയും പ്രകടനമില്ലാതെ, പ്രതിഷേധമില്ലാതെ, ഒന്നുമില്ലാതെ
സ്വയമേവ അന്വേഷണം ആരംഭിച്ച കാര്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓരോ ശകലങ്ങൾ എടുത്തു വെച്ചിട്ട് കുഴൽനാടൻ ഓരോ ദിവസം പത്രസമ്മേളനം നടത്തുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഭൂമി തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടും ഇവർ ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒന്ന് വെറുതെ ഇരിക്കൂ രാജു പി നായർ, ഒരു കുട്ടികളെ പോലെ കിടന്ന് ചലക്കാതിരിക്കും. അല്ല FIR ഉണ്ടോ ചോദ്യമായിരുന്നു കേട്ടോ, ചോദ്യമാണ്. 2019 മുതൽ അന്വേഷണം തുടങ്ങിയെങ്കിൽ എന്താണ് എൻഫോഴ്സ്മെന്റ് നടപടി ഉണ്ടായിട്ടുണ്ടോ? FIR ഇട്ടിട്ടുണ്ടോ 5 വർഷമായിട്ട്? ഒന്ന് വെയിറ്റ് ചെയ്യുന്നേ. എന്റെ രാജു പി നായരെ, താൻ ഒരു കാര്യം ചെയ്യുക. സിദ്ധരാമയ്യർ എന്ന് പറയുന്ന കർണാടക മുഖ്യമന്ത്രിയോട് ഒന്ന് പറ, KC വേണുഗോപാലിനെ കൊണ്ട് CBI അന്വേഷിക്കാൻ വേണ്ടി, എക്സാലോജി കമ്പനിയുടെ തട്ടിപ്പിനെ കുറിച്ച് CBI അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഒരു ആവശ്യം ഉന്നയിക്കാൻ കേന്ദ്ര എക്സാലോജി കമ്പനി ഇരിക്കുന്ന കർണാടകയുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കോൺഗ്രസ് നേതാവിനോട് ഒന്ന് പറയാൻ. നിങ്ങളുടെ കർണാടക പറയണ്ട, ഇനി CBI ആണെങ്കിൽ കർണാടക പറയണ്ട. ROC ബംഗളൂരു പറഞ്ഞാണ് CBI വരാന്ന്. വന്നോ? ED വരാന്ന് വന്നോ? എന്തിനാണ് സിദ്ധരാമയ്യ ഓൾറെഡി കിടപ്പുണ്ടെന്നേ ROC ബംഗളൂരുവിന്റെ ശുപാർശ. ഹാഷ്മി ഇവിടെ CPMന്റെ പ്രതിനിധി ഇല്ലാത്ത ഒരവസരം താങ്കൾ ഫില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ഞാനിപ്പോൾ കോൺഗ്രസിനെതിരെയാണ് പറയുന്നത്. ഞാൻ പറയുന്നത് കോൺഗ്രസ് ഇവിടെ ഇരുന്ന് ഇവിടെ PT തോമസ്, ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞല്ലോ, PT തോമസ് ഈ വിഷയം ഉന്നയിച്ച സമയത്ത് ഈ കേരളത്തിനൊരു പ്രതിപക്ഷ നേതാവില്ലായിരുന്നോ? ഈ കേരളത്തിലെ നിയമസഭയിൽ ഒരു സബ്മിഷൻ ഉന്നയിക്കാനോ അല്ലെങ്കിൽ അതും അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനോ ഉള്ള നട്ടല് ഈ കേരളത്തിലെ PT തോമസിന്റെ നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവിനുണ്ടായിരുന്നോ? ഇപ്പോൾ മാത്യു കുഴൽനാടൻ ഒരുമാതിരി വനത്തിൽ നിന്നിറങ്ങുന്ന ഒറ്റയാനെ പോലെ വന്നു നിന്നിട്ട് ഓരോ പത്രസമ്മേളനം നടത്തുകയാണ്. അയാളെ കൂടെ നിൽക്കാൻ ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരുണ്ടോ? അയാൾ പറയുന്നതിന് പിന്തുണയുമായിട്ട് നിയമസഭയിൽ പ്രക്ഷോഭം നടത്താൻ ഈ കേരളത്തിലെ VD സതീശന് സാധിക്കുമോ? കുഞ്ഞാലിക്കുട്ടി ഇതുവരെ മിണ്ടിയിട്ടുണ്ടോ? അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ പ്രതിപക്ഷ നേതാവാക്ക്. ഈ പിണറായി വിജയന്റെ ദാസനായിട്ട് പ്രവർത്തിക്കുന്ന VD സതീശൻ ആ സ്ഥാനത്ത് നിന്ന് മാറ്റ്. നിങ്ങൾ രാഹുൽ ഗാന്ധിയോട് പറ, ഈ പിണറായി വിജയനുമായിട്ട് കെട്ടിപ്പിടുത്തവും ചങ്ങാത്തവും വേണ്ടെന്ന് പറ. ഒരു വിഷയം ഉന്നയിക്കാൻ പറ്റുമോ? സുരേഷ്, നിങ്ങളുടെ മേലുള്ള ആരോപണത്തിന് മറുപടി പറയൂ. നിങ്ങൾ എന്തുകൊണ്ട് UDFന്റെ സാമാന്യ വിവരമില്ലേ? ഒരു ഡിബേറ്റിൽ എങ്ങനെ പെരുമാറണം എന്നതിനെ സംബന്ധിച്ച് സാമാന്യ വിവരം പോലും ഇല്ലാത്ത പക്വതയോടുകൂടി ഇരിക്കാൻ പറയൂ. ഞാൻ വസ്തുതകളല്ലേ പറയുന്നത്. പണ്ടൊരു ചർച്ചയിൽ പക്വതയെങ്കിലും കാണിക്കൂ ശ്രീ രാജു പി നായർ. പണ്ടൊരു ചർച്ചയിൽ മേലിട്ടിച്ചുള്ള ചർച്ചയിൽ പറഞ്ഞ് ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല. അല്ല, അദ്ദേഹം നിർത്തിയെങ്കിൽ എല്ലാവർക്കും ബാധകമാണ് ഇത് കേട്ടോ. മറുപടി പറയും. ഇതൊക്കെ മുൻകൂറായിട്ട് മേരി ടീച്ചർ മറുപടി കൊടുത്തിട്ടുണ്ട്. അല്ല, സുരേഷ് പറഞ്ഞു പൂർത്തിയോടെ. ഇയാൾക്ക് എന്ത് ചെയ്യാം? അപ്പോ എന്റെ പോയിന്റ്, കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിക്ക് ധൈര്യമുണ്ടോ പിണറായി വിജയനെതിരെ പ്രതികരിക്കാൻ? രാഹുൽ ഗാന്ധിക്ക് ധൈര്യമുണ്ടോ മാസപ്പടിയെ സംബന്ധിച്ച് CBI അന്വേഷണം നടത്തണമെന്ന് AICCക്ക് ആവശ്യപ്പെടാൻ ധൈര്യമുണ്ടോ? ഇന്ന് നരേന്ദ്രമോദി നടത്തുന്ന ED അന്വേഷണത്തിനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് ധൈര്യമുണ്ടോ? ഞങ്ങൾ ചോദിക്കുകയാണ്. ഇവിടെ ചിദംബരം, ഇവിടെ വേറൊരു വിഷയം എന്താണ് ശ്രീ ഹാഷ്മി? ഇവിടെ ഞങ്ങൾ ഇതൊന്നും ചോർത്തി കൊടുത്തില്ല എന്നാണ് പറയുന്നത്. 2019 അന്വേഷിച്ചിട്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് തന്നില്ല എന്നാണ് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത്. എന്തുകൊണ്ട് പത്രക്കാർക്ക് കിട്ടിയില്ല എന്നാണ് ചോദിക്കുന്നത്. ഇത് അന്വേഷണ ഏജൻസികൾ നിയമപരമായി അവരുടേതായ വഴിയിലൂടെ അന്വേഷിച്ചു പോകും. പത്രക്കാർക്ക് കിട്ടിയതിനെ പറ്റി അന്വേഷണം നടന്നുകൊണ്ടാണ് ഉപശാലകൾ കേൾക്കുന്ന വർത്താനം. പ്രേരിതമായിട്ട് അന്വേഷണം പത്രക്കാർക്ക് ഇന്റലിജൻസ് ഉത്തരവ് എങ്ങനെ ചോർന്നു പോയി എന്ന് അകത്തളങ്ങളിൽ അന്വേഷണം നടന്നു എന്നാണ് ഉപശാലകളിലെ കേൾവി. സുരേഷ്, അത് പുറത്തു വന്ന് അസ്വസ്ഥമാക്കിയ ആരോ ഉണ്ട്. അത് പുറത്തു വന്നത് അസ്വസ്ഥമാക്കിയത് ആരോഗ്യ ഉണ്ട്. സുരേഷ്, ഉപശാലകളുടെ യാത്രക്കിടയിൽ നിങ്ങൾ കേട്ടത് നമുക്കിപ്പോ ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് പൊതുസമൂഹത്തിൽ വന്നതല്ലേ ചർച്ച ചെയ്യാൻ പറ്റൂ ഹാഷ്മി. പൊതുസമൂഹത്തിൽ നരേന്ദ്രമോദി സർക്കാർ
നരേന്ദ്രമോദി സർക്കാർ രാഷ്ട്രീയ പ്രേരിതമായിട്ടല്ല കേസുകൾ നടത്തുന്നതെന്നും നരേന്ദ്രമോദി സർക്കാർ ഓരോ തെരഞ്ഞെടുപ്പ് വരുന്നതിന്റെ സമയത്ത് പൊക്കിക്കൊണ്ടുവരുന്ന സംവിധാനങ്ങളല്ല ഈ അന്വേഷണങ്ങളെന്നും ഈ അറസ്റ്റുകളെന്നും ഈ കേരളത്തിലെ സാഹചര്യത്തിലെങ്കിലും ഇവിടുത്തെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും മനസ്സിലാക്കണം. നരേന്ദ്രമോദി സർക്കാരിന് 2024 അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇവിടെ കേരളത്തിലോ ഇന്ത്യയിലോ ഇനി ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന നിരാശ ബാധിച്ചിരിക്കുന്ന കോൺഗ്രസിന് എന്ത് പിച്ചുപേയി പറയാം. പക്ഷേ ഇന്ത്യയുടെ ഉത്തരവാദിത്വപ്പെട്ട ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും മീഡിയയും എണീറ്റ് പ്രതികരിച്ചു തുടങ്ങുന്നതിന് മുമ്പേ സ്വയം അന്വേഷണം ആരംഭിച്ച് മുന്നോട്ട് പോയി അഴിമതിക്കെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടമാണ് ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജു പി നായരോട് പറയുന്നത് ശരി എന്തായാലും ഈ ചർച്ചകൾ തുടരുന്ന വിമർശിച്ചപ്പോൾ രാജു പി നായർക്ക് ഇഷ്ടപ്പെട്ടില്ല. വി ഡി സതീശൻ KPCCയുടെ മുമ്പിൽ എന്താണ് എന്നുള്ള കാര്യം കേരളത്തിൽ എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിനോട് ഇങ്ങനെയൊക്കെ ആക്രമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്നാണ് രാജു പി നായരോട് എനിക്ക് പറയാനുള്ളത്. അങ്ങ് പറഞ്ഞ വാക്കുകളാണോ ഞങ്ങൾ ഈ കേസ് കൊണ്ടുവന്നുകൊണ്ട് കോൺഗ്രസിനെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് അങ്ങ് പറഞ്ഞ തന്നെയാണ് നിങ്ങളുടെ രാഷ്ട്രീയം. നമുക്ക് വീണ്ടും ഇരിക്കേണ്ട അന്വേഷണം തുടരുന്നത്തോളം കാലം പോട്ടെ, അന്വേഷണം അതിന്റെ വഴിക്കൊക്കെ നീളും. പക്ഷേ ഒരു MLA സാമാജികം പറയാണ് നാടിന്റെ മുഖ്യമന്ത്രി 100 കോടി രൂപ കൈക്കൂലി വാങ്ങി എന്ന് ഒരു വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി പറയുന്നുവെങ്കിൽ അതിനെതിരെ സംസാരിക്കാൻ CPM തയ്യാറാകണം, അതിനെതിരെ സംസാരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.